ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് നിൽക്കുന്നത് കൊച്ചിയിൽ ഏറ്റവും ഭംഗിയാർന്ന സ്ഥലം ഏത്? ഈ സമീപ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറയും അത് കടമക്കുടി ദ്വീപുകളാണെന്ന് പറയും. കടമക്കുടി ദ്വീപിന്റെ ആ കൃത്യമായിട്ടുള്ള മധ്യഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരുന്ന സ്ഥലമാണ്. ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ ഭംഗിയാണ് ഇവിടെ ഈ സമയത്ത് വൈകുന്നേരം സൂര്യാസ്തമയ സമയം ഈ രണ്ട് സമയത്തും എത്തിച്ചേരണം. അസാധ്യ വ്യൂ ആയിരിക്കും. ഗംഭീര കാഴ്ച എന്ന് പറഞ്ഞാൽ ഗംഭീര കാഴ്ചയാണ്. ഈ പൊക്കാളി കൃഷിയും ഈ ചെമ്മീൻ കെട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ രസകരമായി നിൽക്കുകയാണ് കടമക്കുടിയിലെ ദ്വീപ് സമൂഹം. 14 ദ്വീപുകൾ ചേരുന്നതാണ് ഈ കടമക്കുടി എന്ന് പറയുന്ന ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. പക്ഷെ അതിൽ ഏറ്റവും ഭംഗിയേറെ സ്ഥലമാണ് ഈ കടമക്കുടി റോഡ് സൈഡ് വ്യൂ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രദേശം. നമുക്ക് കാണാം ഒരുപാട് പേർ ഇങ്ങനെ രാവിലെ തന്നെ വള്ളത്തിലൊക്കെ പോയി അവിടെ മീൻപിടുത്തം, ചെമ്മീൻ കൃഷി ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഈ വരമ്പുകളിലൂടെ ഇങ്ങനെ നടന്ന് കാഴ്ചയൊക്കെ കണ്ട് ഉദയസൂര്യനെ കണ്ട് അസ്തമയ സൂര്യനെ, വൈകിട്ടാണെങ്കിൽ അസ്തമയ സൂര്യനൊക്കെ കണ്ടിങ്ങനെ നടക്കണം. അതിന്റെ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വരണം. പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥയിലേക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, സ്ഥലമാണ് കടമക്കുടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാവിലെ ഒരുപാട് പേര് ഇങ്ങനെ നടക്കാൻ വരും, എക്സസൈസ് ചെയ്യാൻ വരും. അങ്ങനെ അവിടെ ചേട്ടന്മാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. 2 പേര് വള്ളത്തിൽ വന്ന് ഇങ്ങനെ മീൻ പിടിക്കുന്നു. അങ്ങനെ ഉറപ്പായും കേരളത്തിലുള്ള എല്ലാ മലയാളികളും ഒരിക്കലും വൺസ് ഇവിടെ വരണം, വന്ന് ഇവിടെ ആസ്വദിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ ഉറപ്പ് തരാം. ഈ ഉറപ്പ് അത് വെറും ഉറപ്പല്ല, കണ്ടു തന്നെ പറയുന്നതാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ഈ കടമക്കുടിയിലേക്ക് എത്തിയിട്ടില്ല. കടമക്കുടി എന്നുള്ളത് കേട്ടിട്ടുണ്ട്, ഈ റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നതിനപ്പുറത്തേക്ക് ഇത്രമാത്രം ഭംഗിയായിരുന്നു എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ രാവിലെ വന്നത് ജസ്റ്റ് ലൈക്ക് എ വാവ് എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു രാവിലത്തെ ഇവിടുത്തെ ഒരു കാഴ്ചയും ഭംഗിയും ഒക്കെ. ഇനി ചേട്ടന്മാർ മീൻപിടുത്തം നടക്കട്ടെ. അവര് ഇവിടെ രസകരമായിട്ടുള്ള നല്ല നാരൻ ചെമ്മീന്, ഞണ്ട്, കരിമീൻ, താറാവ്, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഭക്ഷണപ്രിയർക്കും ഇവിടെ അസാധ്യമായിട്ടുള്ള ഒരു ഇടം കൂടിയാണ്. അപ്പോൾ കടമക്കുടിയിൽ കാഴ്ചകളുമായിട്ടാണ് മോർണിംഗ് വൈബ് ഇത് ചേരുന്നത്. നോക്കാം, അവിടെ സൂര്യനിങ്ങനെ ഉദിച്ചുദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദിച്ചിങ്ങനെ മുകളിലേക്ക് എത്തും. നല്ല ചുവന്ന ചെഞ്ചുവപ്പായിട്ടുള്ള സൂര്യന്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നിൽക്കാം. ഒപ്പം കായലിലെ വെള്ളം, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ കാഴ്ചകൾ ഒക്കെ നമുക്ക് കടമക്കുടിയിൽ ചേരാം. കടമക്കുടിയിലെ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ചെമ്മീൻ കെട്ടുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഒരുപാട് ചെമ്മീൻ കെട്ടുകളുണ്ട്. ഈ ചെമ്മീൻ കെട്ടുകളുടെ ഒരു സ്ഥലം എന്ന നിലയിൽ നമുക്ക് അവിടെ കുറച്ച് ചേട്ടന്മാര് ചെമ്മീൻ കെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അത്ര ഉറപ്പില്ല, എന്നാലും അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ 2-3 ചേട്ടന്മാർ ഇരുന്ന് കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് പോവാം. ഒപ്പം തന്നെ നമുക്ക് കാഴ്ചകളിലേക്കൊക്കെ പോകാം. ഇന്ന് നിരവധിയായിട്ടുള്ള വാർത്തകളും ഉള്ള ദിവസമാണ്. ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ്. സെക്കൻഡ് സാറ്റർഡേയുടെ ഒരു അവധിയുടെ ആലസ്യമൊക്കെ ഉണ്ടാകും. അവധിയുടെ ആലസ്യത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരികയാണെങ്കിൽ അത് ഒരു വൈബ് വേറെയാക്കി മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ കടമക്കുടിയിലെ കാഴ്ചകളുമായിട്ടാണ് മോർണിംഗ് വൈബ്സ് ഇന്ന് ചേരുന്നത്. മോർണിംഗ് വൈബ്സ് ഇന്നലെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോയിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ ചേട്ടന്മാരൊക്കെ ആയിട്ട് നമ്മൾ പാട്ടും സംഗീതമൊക്കെ ആയിട്ട് ആഘോഷിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ എന്താണ് ചേച്ചിമാരുണ്ട്, 3 ചേച്ചിമാരുണ്ട്, 2 ചേട്ടന്മാരുണ്ട്. നമ്മളെ പെട്ടെന്ന് ചെല്ലുമ്പോൾ ചേട്ടന്മാർ ഓടിക്കുവോ ഇല്ലയോ എന്നുള്ള പേടി മാത്രം എനിക്കുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ചേട്ടാ ഗുഡ് മോർണിംഗ്. ചേട്ടാ, ഞങ്ങളെ News 18 ചാനലിൽ നിന്നാണ്. നമ്മുടെ മോർണിംഗ് ഷോ ലൈവാണ് കേട്ടോ. ലൈവ്. അപ്പൊ ഇവിടെ ചെമ്മീൻ കെട്ടിന്ന് അതെ ചെമ്മീൻ കണ്ടോ? ചെമ്മീൻ രാവിലെ തന്നെ ചെമ്മീൻ തിരിഞ്ഞ് അത് ഇങ്ങനെ വെറുതെ സൈസ് അനുസരിച്ച് മാറ്റുന്നതാണോ? അത് ഇത് എവിടെ കൊണ്ടായി വിൽക്കുന്നത്? ഇത് എത്ര ഈ ചെമ്മീൻ കെട്ടിയതാണോ അതോ? അല്ല, ഇത് പുഴയാണ്, സർക്കാർ പുഴ. ഇത് പുഴയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് ചെമ്മീൻ കെട്ടി. ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേര്? മണിച്ചന്റെ ആണോ ചെമ്മീൻ കെട്ട്? 3 പേര് കൂടിയാണ്. അപ്പൊ എത്ര നാളെ ഇവിടെ ചെമ്മീൻ കെട്ട് ഇത് നടത്തും? നവംബർ 15 തീയതി മുതൽ ഏപ്രിൽ 15 വരെയാണ് ഇതിന്റെ കാലാവധി. സർക്കാരിന് ലൈസൻസ് കിട്ടുന്നത്. പിന്നീട് അത് കഴിഞ്ഞാൽ ഇവിടെ പാടിയാണ്, പൊക്കാളി കൃഷിയാണ്. ഓക്കെ. ഈ പൊക്കാളി കൃഷി നടത്തുന്ന സമയം എപ്പോഴാണ്? പൊക്കാളി കൃഷി ജൂണോട് കൂടി ആരംഭിക്കും. ഇപ്പൊ വെള്ളം അപ്പോഴത്തേക്കും ഇതിപ്പോ സലൈൻറ്റി വാട്ടർ ആണ്. ഇത് മാറിയിട്ട് ഫ്രഷ് വാട്ടർ ആവും. അതായത് ഇപ്പൊ ഇത് ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ള സമയത്ത് ചെമ്മീൻ കൃഷി നടക്കുകയുള്ളൂ അല്ലേ? നമുക്ക് ഒന്ന് അങ്ങോട്ട് നടക്കാവോ ഞങ്ങളോട് ഒന്ന്? ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ. ഞാൻ ആരെ കിട്ടുമെന്ന് ഇങ്ങനെ നോക്കിക്കുമ്പോൾ ആ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. നാട് നമ്മൾ കേരളത്തിലൊക്കെ തന്നെ, തൊട്ടടുത്ത് തന്നെ. ഞാൻ കോളഞ്ചേരിക്കാരനാ. ചേച്ചി ചോദിക്കുക നാട് എവിടെ നിന്ന് വന്നു, എപ്പോഴാണ് പുറപ്പെട്ടതെന്നൊക്കെ. ദൈവമേ, പുറപ്പെട്ടത് രാവിലെ പുറപ്പെട്ട്. ഇവിടുത്തെ ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. ഞാൻ ചേച്ചി അത്രയും പറഞ്ഞിട്ട് ചേച്ചി സംസാരിക്കാൻ പറ്റൂലല്ലോ.
പറ പേരെന്താ ചേച്ചിയുടെ അമ്മച്ചിയുടെ പേരെന്താ? ലീല. കണ്ട മൈക്ക് വന്നപ്പോഴേക്ക് നാണം വന്ന് അല്ലേ? അതുവരെ എന്റെ അടുത്ത് എപ്പോഴാണ് പുറപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചതാണ്. ഇപ്പൊ ഒന്ന് ചോദിക്കാത്ത എന്താ? പറയാൻ പറ. അമ്മച്ചി എത്ര നാളെ ഇങ്ങനെ ചെമ്മീൻ കൃഷിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതാണോ ആദ്യം തൊട്ടുള്ള തൊഴില് ഈ ചെമ്മീൻ? ആ കൃഷിപ്പണിയും ഈ പണിയും ആണോ? കൃഷിപ്പണി എന്ന് പറഞ്ഞ ഇവിടെ എന്തൊക്കെയാ കൃഷികളെ? പൊക്കാളി, കേള, നേരത്ത്, വേദ എല്ലാം. 6 മാസം പിന്നെ നമ്മ മീൻ പിടിക്കാൻ പോകും. ഓക്കെ. എന്താ മച്ചേ? മീൻ പിടിക്കാൻ പോകും. 6 മാസം വർഷക്കെട്ടും 6 മാസം വേലക്കെട്ടും ചെമ്മീൻ കെട്ടും. അങ്ങനെയാണ് കൃഷിയൊക്കെ ചെയ്യണത്. അമ്മയുടെ പേരെന്താ? എന്റെ പേര് സരോജിനി. സരോജിനി. അപ്പൊ ഇത് ലീല അല്ലേ? ലീല. ലീല, സരോജിനി. അമ്മ ജയ. ജയമ. സുഖല്ലേ? സുഖം. അപ്പളേ ഈ ചെമ്മീൻ ഇതെങ്ങനെ നിങ്ങൾ വേർതിരിക്കുന്ന സൈസ് നോക്കിയിട്ടാണ് ഓരോന്നും പറക്കി എടുക്കുവോ? ഇത് ചൂടൻ. ഒന്ന് കാണിച്ചു, ഒന്ന് ഓർമ്മ എടുത്ത് കാണിച്ചു തരാമോ? ചൂടൻ. ചൂടൻ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതെങ്ങനെ അറിയാം? ചൂടൻ എങ്ങനെ അറിയാം? പല സൈസ് ഇത് ജീവനുണ്ടല്ലോ. ആ ജീവനുണ്ട്, ചത്തട്ടൊന്നുമില്ല. ജീവില്ലാതെ അല്ല ഇത്രയും നേരമായിട്ട് പിടിച്ചതല്ലേ? നാരൻ. ഇത് ചൂടൻ, ഇത് നാരൻ. ചൂടൻ ഇങ്ങോട്ടല്ലേ ഇടണ്ടേ? നാരൻ കാണിച്ച് നാരൻ. ഓ വലിയ ചെമ്മീനാണ് നാരൻ ചെമ്മീൻ അല്ലേ? ഓക്കെ ഓക്കെ. ഇതെങ്ങോട്ടാ ഇടണ്ടേ? ആ ഇത് കൂരി. കൂരി. ഈ ഏട്ടക്കൂരി എന്നൊക്കെ പറയുന്നത് അത് തന്നെ. ഇത് നല്ല കൂരിയാണ്. ഇത് ഈ വേസ്റ്റ് തിന്നുന്ന മീനല്ലേ കൂരി? ആ ഓക്കെ. കൂരി. പിന്നെ നന്ദൻ. ഞങ്ങളുടെ ഓഫീസിലുണ്ട് ഒരു നന്ദൻ. ഞങ്ങളുടെ ഓഫീസിലെ പയ്യന്റെ പേര് നന്ദൻ. നാളെ വരുമെന്ന്. നാളെ വരുന്നാ? ആരും ഞാനാ? അതെന്ത് മീനാ? പൂളാൻ. ചെറിയ പൂളാൻ. വലുതാകുമ്പോ വലുതുണ്ടാവും. ചെറിയ മീന. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഇതാണ് ചേച്ചിമാര് രാവിലെ ഇരുന്നിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ വേർതിരിച്ച്. ഇതെന്ത് മീനാട്ടാ? ചൂടൻ തന്നെ. അതിന്റെ കുറച്ച് വലിയ സൈസാ? ഒറ്റ ടൈപ്പാണ്. ഇത് തെള്ളി. ഇതിൽ ഏത് ചെമ്മീനാ ഏറ്റവും ടേസ്റ്റ്? എല്ലാം ടേസ്റ്റ് ഇതാണ്. നാരൻ ചെമ്മീനാണോ? ഇല്ല, മുതലാളി പറഞ്ഞു നാരൻ ചെമ്മീനാണത്. ചേച്ചി പറയുന്നു അവൈലബിലിറ്റി അനുസരിച്ചല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓരോ സാധനത്തിനും ഓരോ രുചിയാണ്. ഓരോന്നിനും ഓരോ രുചിയാണ്. ഓക്കെ 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 ഓക്കെ. എന്തായാലും നല്ല രസമുള്ള ഫ്രഷ് ചെമ്മീൻ കിട്ടും ഇവിടെ രാവിലെ വന്നോ. ഒപ്പം തന്നെ ഈ സൺറൈസിന്റെ കാഴ്ചയൊക്കെ കാണാം. അപ്പൊ മണി ചേട്ടൻ പറഞ്ഞേ, മണിച്ചേട്ടാ ഞങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരുമോ ഇവിടത്തെ ഒരു ഇതൊക്കെ? ഇപ്പൊ മണിച്ചേട്ടനും 2 ജ്യേഷ്ഠനിമാരാണോ? ഞാൻ മൂത്തയാളാണ്. ഞാൻ ഏറ്റവും ഇളയാളാണ്. ആ ഇവരൊക്കെ ചേർന്നാണ് ഈ ചെമ്മീൻ കിട്ടല്ലേ? ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയത് അച്ഛൻ വഴിക്ക്. ആ ഓക്കെ. ഞാൻ പറയട്ടെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാ അതിർത്തി നിശ്ചയിക്കുക? വരമ്പ് കണ്ടില്ലേ? ഓക്കെ. ഈ കാണുന്നത് ഇതൊരു ചെമ്മീൻ കെട്ടാണ്. ഈ കാണുന്ന ഒരു ചെമ്മീൻ കെട്ടാണ്. എന്റെ ഈ വലതുവശത്ത് കാണുന്നത് ചെമ്മീൻ കെട്ടാണ്. അതേസമയം ഈ ഇടതുവശത്ത് പുഴയുമാണ്. ഈ സൈഡിൽ കാണുന്നത് പുഴയാണ്. ഈ പുഴയിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണ് അല്ലെ? ഈ ഉപ്പുവെള്ളം കയറിയിരിക്കുന്ന സമയമാണ്. ഇത് സ്ലൂയിസ് ആണോ? നമുക്ക് കുറച്ചുകൂടി അടുത്തേക്ക് വന്നാൽ ആ കാഴ്ച ആണെന്ന് തോന്നുന്നു. ഇത് 4 പീസാണ്. ഇത് 4 പീസാണ്. 2 സൈഡ്, ഒരു അടിഭാഗം, ഒരു മുകൾ ഭാഗം. ഇത് എടുത്ത് ഡിസ്മാന്റിൽ ചെയ്തിട്ട് രണ്ടാമത് ഇറക്ട് ചെയ്യും. ഓക്കെ. എല്ലാ നവംബറിലും. ഓക്കെ. ഇപ്പൊ വെള്ളം ഇങ്ങോട്ട് ഒഴുക്കി വിടുന്നതാണ്? ഒഴുക്കി വിടുന്നത്. ലോട്ടായിട്ടാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോ പിന്നെ ഈ ചെമ്മീൻ പോവാതിരിക്കാൻ വേണ്ടി അവിടെ കെട്ടി വെച്ചിരിക്കുന്നു അല്ലേ? അവിടെ കെട്ടി വെച്ചിരിക്കും. വലയിൽ കുടുങ്ങി നിന്നോളും. അതിനകത്ത് കളക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സോർട്ട് ചെയ്യും. അപ്പൊ ഇത് എത്ര മണിക്ക് തുറക്കുന്ന പ്രോസസ് രാവിലെ? ഇത് രാത്രി ഒരു 2-2:30 മണിക്ക് തുടങ്ങുന്നതാണ്. രാത്രി തുടങ്ങും? എന്നിട്ട് എത്ര മണി വരെ? ഇത്ര സമയമായി വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് നോക്കണേ, ചിറകളല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഒരു ദിവസം വരെ എത്ര കിലോ നമുക്ക് ചെമ്മീൻ കിട്ടും? അതിപ്പോ ഇന്നിപ്പോ 4-ാം ദിവസമാണ് വില വയ്ക്കുന്നത്. ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യത്തെ ദിവസമാണെങ്കിൽ 100-400 കിലോ ഒക്കെ ഉണ്ടാവും. ഈ ചെമ്മീന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഫീഡ് കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. നാച്ചുറൽ ഫീഡാണ്. അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് നല്ലതായിട്ട് തന്നെ കിട്ടും. സാധാരണ ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീൻ പോലെ, കായൽ ചെമ്മീൻ പോലെ തന്നെ ടേസ്റ്റ് കിട്ടും അല്ലേ? ഓക്കെ. പക്ഷെ ഇതിന്റെ ഒരു വളർച്ച ചെറുതാണോ ഈ കെട്ടില്? ഇപ്പോ ഇതിനകത്ത് പാഡി കുറവാണ്. നേരത്തെ പാഡി ഫുള്ളായിട്ട് ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് ആ പാഡി കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന വൈക്കോൽ ഇവിടെ തന്നെ ഡൈജസ്റ്റ് ആയിട്ട്
പ്ലാങ്ടൺസും അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ തീറ്റ കിട്ടുമായിരുന്നു. ഇപ്പൊ തീറ്റ കുറവാണ്. നാച്ചുറലായിട്ടുള്ള തീറ്റ കുറഞ്ഞിട്ട് ആളുകൾ ആർട്ടിഫിഷ്യലായിട്ട് തീറ്റ ഇടുന്നുണ്ട്. അപ്പം മറ്റു പല അസുഖങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നാരങ്ങമീത്തിന് വരുന്ന ഒരു പ്രധാന സംഗതിയാണ് വൈറ്റ് സ്പോട്ട്. അത് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ ചത്തു. അങ്ങനെ വാഷ് ഔട്ടായ പല കെട്ടുകളും ഉണ്ട് ഇവിടെ. അപ്പൊ അതിന് മരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും വെള്ളത്തിൽ എങ്ങനെ മരുന്ന് ചെയ്യാനാണല്ലേ? CMFR ഒക്കെ നോക്കുന്നുണ്ട്, പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ വൈറ്റ് സ്പോട്ട് വരാനുള്ള കാരണം എന്താ? അത് വൈറസ് ആണ്. ഒരു പ്രത്യേകം വൈറസ്. ഒരു മിനിറ്റ്, ചേട്ടൻ മൈക്ക് കൊണ്ട് വരണം. മൈക്ക് അല്ല, ചേട്ടനും എല്ലാരും പറയട്ടെ. ചേട്ടൻ പുള്ളിയാണെങ്കിലും ചേട്ടനും ഈ പരിചയ സമ്പത്തുണ്ടല്ലോ. ഇപ്പൊ എന്താ ചെയ്യുന്നത് ചേട്ടൻ? എന്താ ചെയ്യുന്നത്? അതായുള്ള ചെമ്പിനെടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ മൂട് പിടിച്ച ഇതാണത്, ചെമ്പിനാണ്. അത് പിന്നെ ഇപ്പൊ തിരിയണം. ഈ വള്ളത്തിൽ കിടക്കുന്ന ചെമ്മീൻ എപ്പോ പിടിച്ചത്? അത് ഇതേപോലെ വലയിൽ വന്ന, ഈ വലയിൽ കുടുങ്ങുന്ന ചെമ്മീൻ എടുത്ത് വള്ളത്തിലേക്ക് ഇട്ടതാണല്ലേ? മണിച്ചേട്ടാ തള്ളിയത്. ഈ വലയിൽ കുടുങ്ങിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഈ വലയിൽ കുടുങ്ങിയ ചെമ്മീൻ. ഇതിപ്പോ വള്ളത്തിലുണ്ട്. വള്ളത്തിൽ നിന്ന് പിടിച്ച് ചേട്ടാ ഇവിടെ ചവിട്ടാലോ അല്ലേ മണിച്ചേട്ടാ? അപ്പൊ അതായത് ഈ വള്ളം ഇവിടെ നിർത്തണം. ഇവിടെ അല്ലേ പിന്നെ ഇത് വരിക? അല്ല, അത് അതിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഇവിടെ നമ്മൾ കളക്ട് ചെയ്യണല്ലോ. അവിടെ കളക്ട് ചെയ്യും, എന്നിട്ട് ഇതിനകത്ത് പിടിക്കും. അപ്പൊ ഈ ഒഴുക്ക് ഇങ്ങോട്ടായതുകൊണ്ട് ചെമ്മീൻ ഇങ്ങ് പോന്നോണ്ടിരിക്കും. അപ്പൊ ഈ എത്ര നാൾ വളർച്ചയ ചെമ്മീനാണ് നമ്മൾ കണ്ടത്? ഇപ്പൊ ഇത് ഏകദേശം ഒരു 10-15 ദിവസം. 15 ദിവസം? അപ്പൊ ഇത്രയും നേരത്തെ പിടിക്കാമോ? അല്ല, അത് വളരില്ല. ഇനി അത് ആ മോഡലാണ്. എന്ന് പറഞ്ഞാൽ തെള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ടൈപ്പ്, എന്ത് ഉണക്കാനാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. നേരത്തെ ഇതൊക്കെ പീൽ ചെയ്ത് പോയിരുന്നു, ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ഈ തെള്ളിച്ചെമ്മീൻ നിങ്ങൾ തന്നെ ഉണക്കി കൊടുക്കുവാണോ അതോ ഇത് പച്ചക്ക് കൊടുക്കുക? ഞങ്ങൾ പച്ചക്ക് കൊടുക്കുന്നവരുണ്ട്, ഉണക്കി കൊടുക്കുന്നവരുണ്ട്. പലതും പല റേറ്റാണ്. മാർക്കറ്റിൽ കുറെ മാർക്കറ്റിൽ കൊണ്ടുപോകും, കുറെ ഉണക്കി ഡയറക്റ്റ് ആലുവയില് ഹോൾസെയിൽ മർച്ചന്റ് ഉണ്ട്, അവർക്ക് കൊടുക്കും. അപ്പൊ ഈ തെള്ളിച്ചെമ്മീന്റെ ഒരു പരമാവധി ആയുസ് ഈ പറയുന്ന ദിവസങ്ങളേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നീ വലുതാവും, കുറച്ചുകൂടി വലുതാവും. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇത്രേ ആവുള്ളൂ. ഓക്കെ ഓക്കെ. നാരൻ ചെമ്മീനാണല്ലോ? നാരൻ ചെമ്മീൻ ഇപ്പൊ കണ്ടില്ല, ആ കൂട്ടത്തിൽ വലുത് കിടക്കണില്ല. അത്ര ആകും. അത് എത്ര ദിവസത്തെ? അത് 90 ദിവസം. 90 ദിവസം? 90 ദിവസത്തെയാണല്ലേ? പിന്നെ അതിനകത്ത് പിന്നെ ഓഷ്യൻ ബ്ലാക്ക് വളർത്താറുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടേ. കാരച്ചെമ്മീൻ എന്ന് പറയും. അത് 90 ദിവസം തന്നെ അതിന്റെ വളർച്ച. ഇപ്പൊ നമ്മൾ ഈ വലയിൽ ഇപ്പൊ ചെമ്മീൻ ഉണ്ടാവില്ല? ഉണ്ടാവും. ഇതെപ്പോ എപ്പോഴും എടുക്കും നിങ്ങള്? ഇനിയിപ്പോ അത് ഇറക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെയും പിടിക്കും. അതോട് പിന്നെ അപ്പൊ വെള്ളത്തിൽ ഇറങ്ങണോ? വേണ്ട, തോണിയിൽ നിന്നിട്ട് പിടിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഈ ഇവിടുത്തെ ഒരു ചെമ്മീൻ കെട്ടില്. ഇത് ഹൈറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പൊ വെള്ളം ഇറക്കി വിടുമല്ലോ. വെള്ളം ഇറക്കി വിടുമ്പോൾ വെള്ളം കുറയും. അപ്പൊ പാടി കാണാൻ, ഇത് കാണാൻ പറ്റും, കര കാണാൻ പറ്റും കുറച്ചൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ വെള്ളം കൂടും. വെള്ളം കൂടുമ്പോൾ ഈ ഷട്ടറുകൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വിളക്ക് വെച്ചിട്ടുണ്ടാവും. ഉണ്ടോ? സോളാർ ലൈറ്റുകൾ വെച്ചേക്കണം. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ കുഞ്ഞുങ്ങളെല്ലാം അകത്തോട്ട് കയറും. പിന്നെ വെള്ളം ഫിൽറ്റർ ചെയ്ത് വിടും. വല വെക്കാത്ത ദിവസങ്ങളിൽ വെള്ളം ഫിൽറ്റർ ചെയ്ത് വിടും. അകത്ത് കയറിയാണ് അകത്ത് തന്നെ. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് മാസത്തിൽ 2 പ്രാവശ്യം വല വയ്ക്കും. ഈ കുഞ്ഞുങ്ങൾ, ചെമ്മീൻ കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? അത് ഈ കുഞ്ഞുങ്ങൾ നാച്ചുറലായിട്ട് പുഴയിൽ നിന്ന് വരുന്നതാണ്, കടലിൽ നിന്ന് വരുന്നതാണ് ഈ സമയത്ത്. അപ്പൊ ഈ വല തുറന്നു കൊടുക്കും, ഇതെടുത്ത് മാറ്റും. അപ്പൊ ഓട്ടോമാറ്റിക്കലി കയറിക്കോളും? ഓട്ടോമാറ്റിക്കലി കയറിക്കോളും. ഞാൻ ചോദിക്കട്ടെ, അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ അതിലേക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉണ്ടാവില്ല? ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വൈറ്റ് സ്പോട്ട് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. അത് നാരഞ്ചെമ്മിന് കൂടുതൽ പറ്റുന്ന സംഭവമാണ് വൈറ്റ് സ്പോട്ട്. അതേപോലെ കാരയ്ക്കും പറ്റും. അപ്പൊ കാരയുടെ കുഞ്ഞുങ്ങൾ ഒരു 26 പൈസ 30 പൈസയൊക്കെ കിട്ടും ഹാച്ചറിയിൽ നിന്ന്. പക്ഷെ കൊണ്ടുവന്നിട്ടാൽ അത് പിടിച്ചു കിട്ടുമെന്ന സംശയം. ഈ ഫിഷറീസ് വകുപ്പ് ഇടപെടുന്നില്ലേ? എല്ലാവരും ഇടപെടുന്നുണ്ട്. പലരും പല പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ സക്സസ് ആയിട്ടില്ല. ഈ മേഖലയെ തന്നെ തകർക്കുന്ന ഒരു സംഭവമാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഈ ഏപ്രിലോടുകൂടി വെള്ളം കംപ്ലീറ്റ് പറ്റിച്ച് ഭൂമി കംപ്ലീറ്റ് ഉണക്കുമായിരുന്നു ഒരു കാലത്ത് ഈ പാഡിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ചുമ്മാ ആ വെറ്റ്ലാൻഡിൽ അങ്ങനെ കിടന്ന് അങ്ങനെ കൃഷി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. ഒരു കാര്യം ചോദിക്കട്ടെ മനസ്സിലായി, ഇത് ലാഭകരമാണോ? അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഗാംബ്ലിംഗ് ആണ് ചെമ്മിക്കിട്ട്. ഉദാഹരണത്തിന് അതൊരു കർഷക സംഘത്തിന് കിട്ടാണ് 33 ഏക്കർ. അത് ഈ തവണ ലേലത്തിൽ പോയിരിക്കുന്നത് 11 ലക്ഷം രൂപയ്ക്കാണ്. പിന്നെ അത് നേരത്തെ ലേലം പിടിക്കുവാണോ? നേരത്തെ ലേലം പിടിക്കും. ഇത് എത്ര? ഇത് ഇപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ആ കണക്കുകൾ പുറത്തു കൊടുക്കാറില്ല. കണക്ക് പുറത്ത് കട ചിരിയുണ്ടോ? അതിലൊരു ചിരിയുണ്ട്. അല്ല, അതാണ് അങ്ങനെ പണ്ടോട്ടെ അങ്ങനെ ഇത് നമ്മൾ വിധിച്ചെടുക്കും. അത് കർഷക സംഘമാണ്. കർഷക സംഘം. അവര് 10-22 പേരുണ്ട്. അത് എത്ര ഏക്കർ ഉണ്ടാവും? 33 ഏക്കർ. 33 ഏക്കർ. എത്ര നാളത്തേക്ക്? ഈ 11 ലക്ഷം? 6 മാസത്തേക്ക്.
6 മാസത്തേക്ക് 11 ലക്ഷത്തിൽ ലേലത്തിൽ പോകും. അപ്പൊ അവർ തന്നെ ഒന്ന് പിടിച്ച് അല്ല, അവര് എന്നിട്ട് പണിക്കാരെ നിർത്തി. ഇവിടെ 3 പണിക്കാരുണ്ട്. ഈ 2 തൂമ്പ് ഇറക്ട് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയോളം വേണം. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ചെലവുകളാണ്. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുന്നത്, ഞണ്ടിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുന്നത്, ഇങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. ഏകദേശം 10-20 ലക്ഷം രൂപ കിട്ടിയാലേ അവർക്ക് മുതലിക്കുള്ളൂ. ഓക്കെ, ആ കാണുന്ന ഒരു കർഷക സംഘത്തിന്റെ ചെമ്മീൻകെട്ടാണ്. ആ കർഷക സംഘത്തിന്റെ ആ കിടക്കുന്ന ഏതാണ്ട് 33 ഏക്കർ സ്ഥലം, ആ സ്ഥലത്തെയാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് 11 ലക്ഷം രൂപയ്ക്കാണ് ലേലത്തിൽ പോയതെന്ന്. അതൊരു നല്ല തുകയാണോ ചെറിയ തുകയാണോ? 16 ലക്ഷം വരെ പോയ സമയമുണ്ട്. ഇപ്പൊ കുറവാണ് ആളുകൾ ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, വൈറ്റ് സ്പോട്ട് വരുന്നതും അതേപോലെ ചെമ്മീൻ വളരെ കുറഞ്ഞൊരു ഇതാണ് കാണുന്നത് ഇപ്പൊ. മൊത്തത്തില് ഒരു ഡള്ളാണ് ഈ ഫീൽഡ്. പുതിയ ആളുകൾ പലരും കയറി വരുന്നില്ല. ഈ കടമക്കുടിയിൽ വലിയ ലോബ്സ്റ്റർ അല്ലെങ്കിൽ കൊഞ്ചാത്തന സാധനങ്ങൾ ഇല്ലേ? അത് ലോബ്സ്റ്റർ ഈ ഭാഗത്ത് വളരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് കൂടുതൽ തോന്നുന്നത് പണാവള്ളി ആ ഭാഗങ്ങളിലാണ് അത് കൂടുതൽ കണ്ടുവരുന്നത്. അരൂര് തണ്ണീർമുക്കം മണ്ണിന്റെ ഭാഗത്താണ് ഇത് കണ്ടുവരുന്നത്. ഇവിടെ വല്ല എന്തെങ്കിലും റയറായിട്ട് വന്നാൽ 2 കിട്ടും, അത്രയും. ഞണ്ടുണ്ട് അല്ലേ? ഞണ്ടുണ്ട്. ഞണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടിട്ട് മഡ് എന്നുള്ള ഒരു സൈസിലേക്ക് വളരും. അതുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ചെമ്മീൻ കെട്ടി. ഇത് കിട്ടാം നിങ്ങളുടെ നമ്മുടെ തന്നെ? ഇല്ല, നമ്മുടെ അല്ലാതെ. ഈ ഇവിടെ ചെമ്മീൻ കെട്ടിൽ ഇതിവിടെ രാത്രി കിടപ്പൊക്കെ ഉണ്ടോ? പിന്നെ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവില്ല. എന്തിനാ ഇതെല്ലാം ചെയ്യണ്ടേ? ഇത് തുറക്കണം, അടക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. ഇവിടെ പായം തലണൊക്കെ ഉണ്ട്. ഇവിടെ അപ്പൊ ഭക്ഷണമൊക്കെ വയ്ക്കുമോ? അങ്ങനെ ഭക്ഷണമൊന്നുമില്ല, ചായയൊക്കെ ഉണ്ടാക്കും. ഗ്യാസ് ഉണ്ട്, ചായ ഉണ്ടാക്കും. രാത്രി വന്നാൽ ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ പറ്റും? കുഴപ്പമൊന്നുമില്ല. എത്രയോ പേര് വരുന്നു. ചിലരൊക്കെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പോകും. കൊതുകടിയുണ്ടോ? കൊതുക് കാണില്ല, പക്ഷെ ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ കൊതുക് വരാനുള്ള സാധ്യത കണ്ടുവരാറുണ്ട്. അതെന്താ? അത് ചൂട് കൂടുമ്പോഴത്തേക്കും കൊതുക്, അല്ലെങ്കിൽ പിന്നെ ഈ തെക്കൻ കാറ്റ്, വൈപ്പിലുള്ള കാറ്റടിക്കുമ്പോൾ ആ 2-3 ദിവസം കൊതുക് ഉണ്ടാവും. ഒരു പ്രത്യേക കാലാവസ്ഥയും സാഹചര്യവും ഒക്കെയാണ് ഇവിടെ. ജീവിത രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. മറ്റ് ഇപ്പോൾ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഈ കടമക്കുടി കടന്നാൽ പിന്നെ കുടുങ്ങുമെന്നൊക്കെ ഒരു പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു. എല്ലാ കാലത്തും ഉണ്ടല്ലോ എല്ലായിടത്തും ഓരോ ചൊല്ലുകൾ. ഇവിടെ ടൂറിസം വളരെ ടൂറിസം ഇപ്പോ എന്ന് പറഞ്ഞാൽ ടൂറിസം പറഞ്ഞു വന്നാൽ അത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇമോറൽ ട്രാഫിക്കാണ് കൂടുതൽ ഈ ഭാഗത്ത് ഇപ്പൊ കാണുന്നത്. അത് പക്ഷേ ഈ സമയത്തിന്റെ ഒരു കുഴപ്പമായിരിക്കാം, ഈ കാലഘട്ടത്തിന്റെ. ആണും പെണ്ണും ഒക്കെ എല്ലാവരും വരുന്നത് ഇവിടെയാണ്. ഇപ്പൊ 24 മണിക്കൂർ ഇവിടെ ആളുണ്ട്. ഈ കാണുന്ന വരമ്പുകളിലൊക്കെ രാത്രി സംസാരം കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മോശമായിട്ട് വരുന്നുണ്ട്. അത് ഇവിടെ അങ്ങനെ ഒരു പോലീസ് സംവിധാനമൊക്കെ ഉണ്ടോ? പോലീസ് ഒന്നും ഇപ്പൊ ആരോടും മിണ്ടാൻ പറ്റില്ല. പോലീസൊന്നും ഇത് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ പ്രശ്നമില്ലേ? ശരി, അപ്പൊ എന്നാൽ നമ്മൾ ഈ മോർണിംഗ് വൈബ്സിൽ നമ്മൾ ഈ ചെമ്മീൻകെട്ടിലെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ കെട്ടുകൾ ഒരുപാടുണ്ട്. പല കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. മനോജ് നാനാട്ട് നമ്മുടെ ക്യാമറമാന് ഈ വഴിക്ക് നടന്നു വരാൻ ഇച്ചിരി നൂൽപ്പാലത്തിൽ വരുന്ന ഒരു മട്ടൊക്കെയാണ്. എന്തായാലും പറഞ്ഞില്ലേ, കാഴ്ച അത് മനോഹരാണ്. അവിടെ ഉദയസൂര്യൻ, അവിടെ ചീനമല, അവിടെ ചെമ്മീൻകെട്ട്, അങ്ങനെ എവിടെ തിരിഞ്ഞാലും ഫ്രെയിമാണ്. ഫ്രെയിം ഇങ്ങോട്ട് മാറ്റിയാലും അങ്ങോട്ട് മാറ്റിയാലും പക്ക ഭംഗിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലെങ്കിലും നിങ്ങൾ കടമക്കുടിയിൽ വരണമെന്നുള്ളത്. എന്താണെങ്കിലും സ്റ്റുഡിയോയിൽ വാർത്തകളുമായി അവിടെ തയ്യാറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടി നമുക്ക് കാണണമല്ലോ. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം. മിഥുൻ, ഗുഡ് മോർണിംഗ്. കടമക്കുടിയിലെ കാഴ്ചയൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തീർച്ചയായും ഗുഡ് മോർണിംഗ് എൽദോ. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് പൂർത്തിയാകും. CPM 15 സീറ്റിലും CPI 4 കോട്ടയത്ത് കേരള കോൺഗ്രസും മത്സരിക്കും. ഇന്ന് ചേരുന്ന മുന്നണി യോഗം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗവും ചേരുന്നുണ്ട്. CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗവും ഇന്ന് ആരംഭിക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ 2 കേന്ദ്രങ്ങളിൽ ജില്ലയിൽ സ്വീകരണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് ശേഷം 3:30 മട്ടന്നൂരിലും വൈകിട്ട് 5:30 കണ്ണൂർ ടൗണിലും സ്വീകരണം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രാവിലെ 8 അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനത്തോടെ പരിപാടികൾക്ക് തുടക്കം. നഗരസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവരെ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. 17ാം ലോക്സഭയുടെ അവസാന ദിനമായ ഇന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ ഇരുസഭകളിലും ഹ്രസ്വ ചർച്ച നടക്കും. സഭയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് BJP അംഗങ്ങൾക്ക് വിപ്പ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ധവളപത്രത്തിന്മേൽ ഇന്നലെ ലോക്സഭയിൽ ചർച്ച നടന്നിരുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി രാജ്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് ആദ്യവാരത്തോടെയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രഖ്യാപനത്തിന് മുന്നോടിയായി സംസ്ഥാനങ്ങളിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷന്റെ പര്യടനം തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ കണക്കുകൾ പുറത്തുവിട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 96.88 കോടി വോട്ടർമാരാണ് ഇത്തവണ വോട്ട് ചെയ്യുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന നടപടിയുടെ ഭാഗമായാണ് കണക്ക് പുറത്തുവിട്ടത്. കഴിഞ്ഞ തവണത്തേക്കാൾ 7.2 കോടി വോട്ടർമാരുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. SFIO അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. രാവിലെ 10:30 ഹർജി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസമാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. മലപ്പുറം നിലമ്പൂർ നെടുങ്കയത്ത് പുഴയിൽ ഇറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. തിരൂർ കൽപ്പകഞ്ചേരി MSM സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുർഷിന, 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ റുദ എന്നിവരാണ് മരിച്ചത്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിന് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പിൽ അനിശ്ചിതത്വം തുടരുന്നു. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നയിക്കുന്ന പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിക്ക് അപ്രതീക്ഷിത മുന്നേറ്റം. വോട്ടെണ്ണൽ ഇന്നും തുടരും. 133 സീറ്റുകൾ നേടിയാൽ സർക്കാരുണ്ടാകും. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വിലക്ക്. സിനഡ് അംഗീകൃതമല്ലാത്ത കുർബാനയ്ക്ക് അർപ്പിക്കുന്നത് എറണാകുളം മുനിസിപ്പൽ കോടതി തടഞ്ഞു. ജനാഭിമുഖ കുർബാനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി പള്ളിയിൽ കോടതി നോട്ടീസ് പതിച്ചു. ഇടവകയിലെ വിശ്വാസികൾ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. പ്രണയദിനത്തിലും കോഴിക്കോട് കോന്നാട്ട് ബീച്ചിൽ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഒരുങ്ങി BJP. വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ സദാചാര ഗുണ്ടായിസത്തിന് ജില്ലാ ഘടകം പിന്തുണ പ്രഖ്യാപിച്ചു. മഹിളാ മോർച്ച നടത്തിയത് സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് DYFI. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. ആൺപെൺ സൗഹൃദങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുമായി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും DYFI. UAEയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 200 ബന്ദികളെ മോചിപ്പിക്കാൻ റഷ്യയും യുക്രൈനും തീരുമാനിച്ചു. ധാരണപ്രകാരം റഷ്യയും യുക്രൈനും 100 വീതം ബന്ദികളെയാണ് മോചിപ്പിക്കുക. UAE വിദേശകാര്യ മന്ത്രാലയമാണ് റഷ്യയ്ക്കും യുക്രൈനും ഇടയിലെ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതായി അറിയിച്ചത്. രഹസ്യരേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ പിഴവ് പറ്റിയെന്ന് ആരോപിച്ചുള്ള റിപ്പോർട്ടിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അബദ്ധം പിണഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് കാലാവധി കഴിഞ്ഞിട്ടും രഹസ്യരേഖകൾ കൈവശം വെച്ചതിൽ ബൈഡന് തെറ്റുപറ്റിയെന്ന് നീതിന്യായ വകുപ്പ്. എന്നാൽ ഓർമ്മക്കുറവുള്ള പ്രായം കൂടിയ മനുഷ്യനായതിനാൽ ബൈഡനെതിരെ കുറ്റം ചുമത്തേണ്ടെന്നും റിപ്പോർട്ടിൽ. ചൈനീസ് പുതുവർഷത്തിൽ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൂടി ചേർക്കാൻ വിവാഹിതരായ ദമ്പതിമാരോട് അഭ്യർത്ഥിച്ച സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ സൂൻ ലൂങ്. 12 വർഷത്തിൽ ഒരിക്കൽ വരുന്ന വ്യാളി വർഷത്തിൽ പിറക്കുന്ന കുട്ടികൾ കൂടുതൽ പ്രത്യേകതയുള്ളവരായിരിക്കുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചും. ലോൺലി പ്ലാന്റ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ പാപനാശം ബീച്ച് ഇടം പിടിച്ചത്. ഗോവയിലെ പാലോലം, ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ കടൽ തീരങ്ങൾ. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരിൽ ഖത്തർ നാളെ ജോർദാനെ നേരിടും. കിരീടം നിലനിർത്താൻ ഉറച്ച് ഖത്തർ കളത്തിലിറങ്ങുമ്പോൾ ആദ്യാനുഭവം അനശ്വരമാക്കാൻ ജോർദാനും രംഗത്തിറങ്ങും. വൈകിട്ട് 6 മണിക്ക് ലുസൈൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. അപ്പോൾ കടമക്കുടിയിലെ കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കടമക്കുടിയിൽ നിന്നുള്ള ഉദയസൂര്യന്റെ കിരണങ്ങൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം, എത്ര സന്തോഷമാണെന്നറിയാം. അപ്പോൾ ഈ കടമക്കുടിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണിത്. ഈ റോഡ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞല്ലോ, ഈ റോഡ് സൈഡ് വ്യൂ ഇവിടെയൊക്കെ ഇങ്ങനെ നിരന്ന ആളുകൾ നിൽക്കും അതിരാവിലെയും വൈകുന്നേരങ്ങളൊക്കെ. വൈകുന്നേരം സൺസെറ്റ് ആണ് കൂടുതൽ ഭംഗി എന്നാണ് ഇവിടുത്തേരൊക്കെ പറയുന്നത്. എന്നാലും ഉറപ്പായും ഞാൻ ആവർത്തിച്ച് പറയുന്നു, കടമക്കുടി വരണം. കടമക്കുടി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ വളരെ രസമാണ്. ഒരു തരത്തിൽ ചൂടില്ല, ഇങ്ങനെ കാറ്റടിക്കും, നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയൊരു ഫീലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വൈകിട്ടാണെങ്കിൽ ഒരു പക്ഷേ ഈ സൺസെറ്റിന്റെ കാഴ്ച കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. നമുക്ക് 2 ചേട്ടന്മാർ രാവിലെ ചെമ്മീൻ വാങ്ങാൻ ഇറങ്ങിയാന്ന് തോന്നുന്നല്ലോ. എങ്ങനെ ചെമ്മീൻ വാങ്ങാൻ ഇറങ്ങിയതാണോ? അടുത്ത് തന്നെയാണോ വീട്? എവിടെ? മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ്. സ്ഥിരമായിട്ട് ഇവിടെ വന്നാണ് ചെമ്മീൻ വാങ്ങുക? ഇവിടെ വന്ന് വാങ്ങിക്കും, അല്ലാതെ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കും. ചേട്ടന്റെ പേരെന്താ?
തോമസ് ചേട്ടാ ദേ വേറെ ചേട്ടന് ചെമ്മീനാണ് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്. ആ ചെമ്മീനല്ലല്ലോ, മീനാന്ന് തോന്നുന്നു, നന്ദനാണോ? നന്ദമീനല്ലേ. ഇതെന്താ ഇത്രയും ഇതെന്താ ഇപ്പൊ ഒന്ന് തുറന്നു കാണിക്ക്. ഇത് നാരൻ ചെമ്മീനാ? ചൂടനാ. ഓക്കെ ഓക്കെ. ഇത്രയും ചെമ്മീന് എത്ര രൂപയാവും? ഇത് നാരൻ ചെമ്മീന്. ആ ഓക്കെ. അപ്പൊ ഇത് എനിക്കൊന്ന് ചേട്ടൻ ഇവിടെ ചെമ്മീൻ കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നി, അല്ലാതെ നിങ്ങൾ ജ്യേഷ്ഠനിമാരല്ലോ ഉണ്ടോ? എന്റെ അനുമാനവും തെറ്റിയില്ലല്ലോ. ജ്യേഷ്ഠനിമാരാണല്ലേ. ഓക്കെ. ഇത് എങ്ങനെയുണ്ട് കൃഷിയൊക്കെ? എങ്ങനെയുണ്ട്? കൃഷി വളരെ മോശമാണ്. ഇത് വൈറസ് വന്ന് ഇടയ്ക്ക് ഈ വൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവം, വൈറസ് വന്ന് ഈ സാധനമൊക്കെ അങ്ങ് പോകും. ഇതിപ്പോ എല്ലാം വന്ന് ഒരു ഇത് അവസാനിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര തീരെ കുറച്ചുള്ളത്. ഇല്ലെങ്കിൽ ഇത്രയെങ്കിലും കൂടുതൽ കിട്ടിയാനെ. ഇതിപ്പോ വിൽക്കാൻ കൊണ്ടുപോകുന്നതാണോ? അല്ല അല്ല അല്ല, അതിന്റെ അകത്ത് അത്രേ ഉള്ളു. ആണോ? അത് വീട്ടിൽ കറി കൊണ്ടുപോകും, അത്രേ ഉള്ളു. ലക്ഷങ്ങൾ 10-15 ലക്ഷം കിട്ടിയിട്ട് മുടക്കി കഴിഞ്ഞാൽ കിട്ടണതാണ് നമുക്കൊക്കെ. ഒരു സീസണിൽ എത്ര ലക്ഷം മുടക്കേണ്ടി വരും ഏതാണ്ട്? അത് ഓരോ കെട്ടിന്റെ വലിപ്പം അനുസരിച്ചിട്ടാ. നിങ്ങളുടെ കെട്ട് എത്ര സ്ഥലം? 22 ഏക്കറാണ്. 22 ഏക്കർ. അപ്പൊ ഒരു വർഷം ഒരു വർഷത്തേക്ക് ചെലവ് വരുന്നത് 15 ലക്ഷം രൂപ. പണിക്കാർ 2 പണിക്കാരെയും വെച്ച് അവർക്ക് തന്നെ ചെലവും പിന്നെ അവരുടെ ശമ്പളവും കൂടി 50,000 രൂപ മേലാവും. ഒരു മാസം 50,000. അപ്പൊ 50,000 രൂപയുടെ വരവ് ഒരു മാസം ഉണ്ടാകുമോ? അത് ചിലപ്പോൾ കിട്ടും, ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടില്ല. ഇപ്പൊ ഇതുവരെ മോശമാണ്. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 5-6 വർഷമായിട്ട് കൃഷി വളരെ മോശമാണ്. ഈ കൃഷിയൊക്കെ അവസാനിപ്പിച്ച് വേറെ വഴിയിലേക്ക് പോകുന്നുണ്ടോ ആളുകള്? ഒന്നുമില്ല. ഇത് ഒന്നാമത് ഇതിനകത്തുണ്ടായ പൊക്കാളി കൃഷിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിന്നുപോയി. അതുണ്ടായിരുന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം വെച്ചാൽ ഈ ചെമ്മീൻ കയറണതിന് പിടിച്ചു നിൽക്കാനൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു ഗ്രിപ്പ് ഉണ്ടാവും. എന്താ നഷ്ടം? ഗ്രിപ്പ് ഇല്ലാതെ അതായത് ഇത് ഇപ്പൊ ചെളിയല്ലേ, ഈ ചെളിയില് ഇതിന് വെള്ളം കയറി ഇറങ്ങുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റൊരു കടയുണ്ടെങ്കിൽ, അതായത് കൃഷി ഉണ്ടെങ്കിൽ അതിന് കടകളുണ്ടാവും. നെല്ലിന്റെ ചോട് അതുമ്പോ പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ല, ഇപ്പൊ നിങ്ങൾ പൊക്കാളി കൃഷി നടത്തുന്നില്ല? ഈ പൊക്കാളി കൃഷിയൊക്കെ ഉണ്ട്, പക്ഷെ പക്ഷികൾ വന്ന് തിന്നുകൊണ്ട് പോയി ഈ നെല്ലെല്ലാം വിതച്ച് കഴിയുമ്പോ അപ്പൊ തന്നെ പക്ഷികൾ വന്ന് കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ പക്ഷികളുടെ ശല്യങ്ങൾ. പക്ഷേ നമുക്ക് ചെമ്മീൻ കൃഷി നടത്തണമെങ്കിൽ പൊക്കാളി കൃഷി നടത്തിയേ പറ്റുള്ളൂ. പക്ഷെ അത് നടത്തിയിട്ട് വെച്ചാൽ ഇപ്പൊ നമ്മളിവിടെ എല്ലാം വിതച്ച് ഇത് കൃഷി ഉണ്ടാക്കാന്ന് വെച്ചാൽ കിളികൾ കൂട്ടമായിട്ട് വന്ന് വീണ് ആ സാധനം അടിച്ചോണ്ട് പോകും. അപ്പൊ ഇതിന് എന്തായിട്ടൊരു പ്രതിവിധി വേറെ ഒന്നുമില്ല. നമുക്ക് ഓടിക്കാൻ വേറെ മാർഗമില്ല, ഓടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓടിച്ചു നോക്കും, പക്ഷെ പോവില്ല. എങ്ങനെയായാലും ഇപ്പൊ ഇവിടെ നിന്ന് നമ്മള് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോ വീണ്ടും വന്ന് കയറിയിരുന്നു അവര് കംപ്ലീറ്റ് അഴിച്ചു. ആനനെ ഓടിക്കണവരെ ഇവിടെ ഓടിച്ചോണ്ടിരിക്കാന്നുള്ളതിനുള്ളൂ. ഈ ദേശാടന പക്ഷികളാണോ? ദേശാടന പക്ഷികൾ കൂട്ടമായിട്ട് വരും. ഞാൻ വേറെ ആലോചിക്കട്ടെ, ഇതിന്റെ ഒരു ടൂറിസം സാധ്യത കണക്കിലാക്കി നിങ്ങൾക്ക് അതിനെ വേറെ തരത്തിൽ കൺവേർട്ട് ചെയ്തുകൂടെ? എങ്ങനെ കൺവേർട്ട്? ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോ അവിടെ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവിടെ നമ്മൾ പുഴരിയിൽ നിന്ന് ഇത്ര ഇതിൽ മാറിയിട്ടല്ലേ ഇവിടെ ബിൽഡിംഗ് ഒക്കെ പണിയാൻ പറ്റുള്ളൂ. അതിനൊക്കെ പഞ്ചായത്ത് അനുവാദം തരും ഇവിടെ. അല്ല, അങ്ങനെ തരാണെങ്കിൽ ഇതൊക്കെ പണ്ടേ നിർത്തിപ്പോയാനല്ല. 50 ഏക്കർ അവിടെ നികത്താനിട്ടേക്കണ്. അവിടെ ഇവിടെ എല്ലാരും കൂടി സഹകരിച്ചാണ് ഒരു 50 ഏക്കർ എന്താണ് കപിൽ ദേവ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. കപിൽ ദേവോ? ഏത് നമ്മുടെ ക്രിക്കറ്റ് താരം. അപ്പൊ കപിൽ ദേവ് ഇവിടെ 50 ഏക്കർ വില മാത്രമല്ല, അയാൾ കുറെ പേരുണ്ട്. 50 ഏക്കറാ മേടിച്ചിട്ടാണ് കണ്ടം. ഒക്കെ ഒരു കൺസോർഷ്യം ആണല്ലേ? പക്ഷെ അതൊന്നും നടക്കൂല. ഇതൊക്കെ നികത്തി കളഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ ആയാനെ. അവരുടെ ടീമൊക്കെ വന്നിട്ട് ഒരുപാട് സമരം ഇരുന്നാണ് എന്തിന് കൺസോർഷ്യം? മനസ്സിലായി. അതാണ് പ്രശ്നം. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ചേട്ടാ, അപ്പൊ ഇന്ന് വീട്ടിലേക്കുള്ള ചെമ്മീനാ? ഇന്ന് കറി എന്തായിരിക്കും? അപ്പൊ കറി മാത്രമേ ഉള്ളൂ. കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാം. ഉണക്കിയെടുക്കാനാണോ? ഇതിലില്ല, ഇത് ഉണക്കാൻ പറ്റില്ല. ഈ ചെമ്മീൻ അല്ല, ഇത് മറ്റേ വലിയ മീനാണല്ലോ അല്ലേ? അപ്പൊ ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ഊണ് ചെമ്മീൻ. അതെ. ഫ്രൈ ആണോ? പിന്നെ വെക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ അങ്ങോട്ട് വെക്കുക. ചേട്ടന് വീട്ടിൽ വന്ന് എല്ലാ ദിവസവും എനിക്ക് ചെമ്മീൻ കഴിക്കാല്ലേ? ധൈര്യമായിട്ട് പോയി. ആണോ? എന്നാ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു തന്നെ. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മള് പഴയ വോളിബോൾ പ്ലെയറാണ് റെയിൽവേയുടെ. കായിക താരം കൂടി വോളിബോളാ? ഏത് വർഷം? ഞാൻ റെയിൽവേയുടെ പ്ലെയർ ആയിരുന്നു. ആണോ? ഞാൻ അത്യാവശ്യം സ്പോർട്സ് ഒക്കെയാണ് എന്റെ പ്രധാന മേഖല. റെയിൽവേയില് ഞാൻ സിറിൽ സിവല്ലൂർ, ഉദയകുമാർ, റസാഖ് ഒക്കെ ഒരുമിച്ച് കളിച്ചു. ഒരു ഇതിഹാസ നേരയുടെ ഒപ്പം കളിച്ചതാണ്. സിറിൽ സിവല്ലൂരിന്റെ കൂടെ ഒരുമിച്ച് കളിച്ചിരുന്നു. ഓക്കെ. ഏതായിരുന്നു മെയിൻ ഏരിയ? അറ്റാക്കർ ആയിരുന്നു. കൊള്ളാം. ഇപ്പൊ 2016 റെയിൽവേന്ന് പിരിഞ്ഞു. അതിനുശേഷം മെട്രോയില് ശ്രീധരൻ സാറിന്റെ കൂടെ ആയിരുന്നു. ഒരു 5 വർഷത്തോളം മെട്രോയിലായിരുന്നു. അപ്പൊ ഒരുപാട് ഫൈറ്റ് തെളിഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് ചെമ്മീൻ കൃഷിയിൽ ഫൈറ്റാൻ നോക്കുകയാണല്ലേ? നമ്മുടെ
അടുത്ത പരിപാടികൾ ഇങ്ങനെയൊക്കെ നേരം കളഞ്ഞു പോകണ്ടേ, ആ ആ ആ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകണമല്ലോ. അയ്യോ അതിനങ്ങനെ വളരെ പാവമാണെന്ന് മനസ്സിലായി ആ സംസാരത്തിൽ തന്നെ. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണേ. ദേ ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. അതെ, പക്ഷേ ഇപ്പൊ വീട്ടിൽ നോക്കിയാൽ ഇപ്പൊ കാണാൻ പറ്റില്ലല്ലോ. യൂട്യൂബിൽ ഒന്ന് ബാക്ക് അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ചേട്ടന്മാരെ പറഞ്ഞോളെ, ഈ ചെമ്മീൻ കൃഷി എത്ര സുഖകരമാണോ ലാഭകരമാണോ എന്നുള്ളതൊക്കെ സംശയകരമാണ്. ഇങ്ങനെ നീങ്ങുകയാണ് ഇവരെല്ലാരും. അവരുടെ ഒരു എന്താ പറയുക, ഈ മേഖലയുടെ ഒരു തൊഴിൽ, പ്രധാനപ്പെട്ട തൊഴിൽ സങ്കേതമായി തന്നെ ചെമ്മീൻ കൃഷി കൊണ്ടുനടക്കുകയും ചെയ്യുന്നു. ലക്ഷങ്ങളുടെ ചെലവുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. നോക്കാം ആ ബസ് പോകുന്ന കാഴ്ച നോക്കാം. ഈ ബസ് ഇങ്ങനെ ആ പോക്ക് പോയാൽ അത് അങ്ങ് അറ്റത്താണ് കടമക്കുടി ടൗൺ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, ഇതൊരു ഫിലിമിന്റെ ഫ്രെയിം ഒക്കെ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് ദൂരങ്ങളിലേക്ക് ഇങ്ങനെ ആ ബസ് പോകുന്നത് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഞാൻ പറഞ്ഞ പോലെ ഏത് ഫ്രെയിമിലേക്ക് തിരിഞ്ഞു നോക്കിയാലും, എവിടെ തിരിഞ്ഞു നോക്കിയാലും കടമക്കുടി റിച്ച് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയാർന്നിട്ടുള്ള കാര്യം. ചുറ്റും വെള്ളം, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള ലൈറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടുമായിട്ടോ വരേണ്ടത്. അത് പ്രത്യേകം ഓർത്തു വെക്കണം. രാവിലെയും വൈകിട്ടും വരിക. രാവിലെയും വൈകിട്ടും വന്നാൽ ഇവിടെ മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് പോകാം. ഇവിടെ കുറെ പേര് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സസൈസിന്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് എത്താം. ഇന്നലെ നമ്മൾ മറ്റേ ഫോർട്ട് കൊച്ചി ചെന്നപ്പോൾ അവിടെ ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് സംഘത്തെ കണ്ടല്ലോ. ഒരു രാവിലെ ബോഡി ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു ടീമിനെ കണ്ടല്ലോ. അതുപോലെ രാവിലെ ചേട്ടൻ പുല്ലൊക്കെ മുറിച്ച് പോകുന്നു. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, തനി നാടനായിട്ടുള്ള കാഴ്ചകൾ ഒക്കെയാണ് ഇവിടെ. ചേച്ചി ഗുഡ് മോർണിംഗ്. ചേച്ചി, ഞങ്ങളേ രാവിലെ ഒരു മോർണിംഗ് ഷോ ആയിട്ട് ഇറങ്ങിയതാണ്. രാവിലെ ഇവിടെ എക്സസൈസിന് വരാറുണ്ടല്ലോ ദിവസം. ഇവിടെ അടുത്താണ് വീട്, ചെട്ടിഭാഗത്ത്. ഇവിടെ എങ്ങനെ രാവിലെ ഈ തിരക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ദിവസം? ഉണ്ട്. വാ നാളായിട്ട് മാറി നിൽക്കുക രണ്ട് പിള്ളേർക്ക് വന്ന്. ചേച്ചിയുടെ അത് മോളാണ്, ഫ്രണ്ടാണ്. വാ ഫ്രണ്ടും മോളെന്ന് വാന്ന്. അവളിവിടെ അടുത്ത് തന്നെ ഉള്ളതാ. ആണല്ലേ? ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, വർക്ക് ചെയ്യുന്നു. റിലയൻസിലായിരുന്നു. ഇപ്പൊ ഇല്ല, വർക്ക് നിർത്തി. ഇപ്പൊ കുറച്ച് വീട്ടില് ഇതൊക്കെ ആയതുകൊണ്ട്, കൊച്ചിന്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് നിർത്തി വെച്ചേക്ക്. ആണല്ലേ? ഓക്കെ. ഇവിടെ എങ്ങനെയാ ഒരു സ്ഥിരം കാശ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഏതാ ഇവിടത്തെ ഈ മേഖലയിൽ? ഞങ്ങൾക്ക് ഇത്ര പരിചിതമല്ല. എനിക്കും പരിചയമൊന്നുമില്ല, എനിക്കും വന്ന് ഈ കണ്ടുള്ള. പക്ഷെ ഇവിടെ വരും, രാവിലെ വന്ന് എക്സസൈസ് ചെയ്യും പോകും, അതാണ്. പക്ഷെ കാണുന്നല്ല ഇതല്ലേ, രാവിലെ വരുമ്പോ ഒരു മനസ്സിന് സുഖം, ഒരു ഫ്രഷ്നെസ് ആണല്ലേ, ഒരു പോസിറ്റീവ് എനർജി ആണ് അല്ലേ? പിന്നല്ലാതാ ആ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ടും കടന്നു പോകും. ഓക്കെ. അപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണോ വരാറ്? ഇല്ല, രാവിലെ എഴുന്നേറ്റ് പോകുന്നു, ചെന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നു. ആ, ഞങ്ങളിവിടെ മാർക്കറ്റിൽ നിന്നാ മേടിക്കണം, വരാപ്പുഴ മാർക്കറ്റിൽ നിന്നാ മേടിക്കണം. ഇവിടെ എങ്ങനെ സ്ഥിരം ചെമ്മീൻ വേറെ എന്തൊക്കെ കിട്ടിയ ചെമ്മീൻ അല്ലാതെ? എല്ലാ മീനുണ്ട്, ഞണ്ട്, ചെമ്മീൻ. വില കുറവാണോ? ആ, വില കുറവുണ്ട്. പുറത്ത് ഇപ്പൊ ടൗണിനേക്കാളും വില കുറവാണല്ലേ? ഇപ്പൊ ഒരു 4 ചെമ്മീനാണെങ്കിൽ എത്ര കിലോ ഏതാണ്ട്? അതൊന്നും അറിയില്ല, ചേട്ടനാണ് ഇവിടെ വന്ന് മേടിക്കണത്. നമ്മള് കുക്കിംഗ് ഉള്ളി ഏതാ ഇഷ്ടപ്പെട്ട എന്താ പറയാ വിഭവം ചെമ്മീനിൽ? ചെമ്മീൻ ഇഷ്ടമാണ്, പിന്നെ മക്കൾക്ക് ഇഷ്ടം ഇതാണ്, ഞണ്ടാണ്. വലിയ ഞണ്ട് കിട്ടും ഇവിടെ? വലിയ ഞണ്ട് കിട്ടല്ലേ? ഓക്കെ. ചേച്ചിയുടെ പേര്? ദൃശ്യ. ഓക്കെ. അപ്പൊ ദൃശ്യ ചേച്ചിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ചേച്ചി രാവിലെ എക്സസൈസ് ചെയ്ത് കണ്ടോ, സൈക്ലിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ചേച്ചി. ഒന്ന് എന്താ പറഞ്ഞിരുന്നെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണെന്നല്ലേ? ഒന്നും കുഴപ്പമില്ല. അപ്പോ എന്താണെങ്കിലും നമുക്ക് മറ്റൊരു കാഴ്ചയിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വനം നിർമ്മിച്ച് അവിടെ ഏകാന്തവാസം നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. അവിടെ തിരുവനന്തപുരത്താണ്. പ്രൊഫസർ ജോർജ് മാത്യു. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ വീട്ടിൽ പോയിരുന്നു നമ്മുടെ ആര്യാർ ദേവൻ. ആര്യ പങ്കുവെക്കും ആ വനം നിർമ്മിച്ച അദ്ദേഹത്തിന്റെ കാഴ്ചകൾ ജോർജ് ചേട്ടന്റെ വീട്ടിലേക്ക്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പാരാസൈക്കോളജിസ്റ്റ് പ്രൊഫസർ ജോർജ് മാത്യു. അദ്ദേഹത്തെ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഈ വീടും. ഈ വീടിന് ചുറ്റും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വിവിധ തരം മരങ്ങളും ചെടികളും ഒക്കെ. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം, ഈ വീടും കാണാം, കാടും കാണാം.
ഏറെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജി വിഭാഗം മേധാവിയായിരുന്നു പ്രൊഫസർ ജോർജ് മാത്യു. സ്വാഗതം സർ. പാരാസൈക്കോളജി എന്ന നിഗൂഢമായ ശാസ്ത്രശാഖയിൽ താങ്കൾ ഒരുപാട് വർഷങ്ങളായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാരാസൈക്കോളജി എന്ന് പറയുന്നത് പെട്ടെന്ന് അധികം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ശാസ്ത്ര വിഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. സാറിൻ്റെ ഒരു തോട്ട് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? ഈ പാരാസൈക്കോളജി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ശാസ്ത്ര വിഭാഗത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഇന്ദ്രിയാതീതമായ അനുഭവങ്ങളെ പറ്റി പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് പാരാസൈക്കോളജി. ഇത് അസാധാരണം എന്ന് സാധാരണ കരുതപ്പെടുന്ന വിഷയങ്ങളെപ്പറ്റി പഠിക്കുന്നത് കൊണ്ട് ഇതിനൊരു നിഗൂഢത ഉണ്ട് എന്ന് പലരും വിചാരിക്കും. വാസ്തവത്തിൽ ഇതിനങ്ങനെ വലിയ നിഗൂഢതയൊന്നുമില്ല. ഇത് നോർമൽ ആണെന്നാണ് സാർ പറയുന്നത്. അതെ, ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ട്. അവിടെ ഇവിടെ ചെറിയ ചില പാവകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതെന്തിനാ? അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട പാവ എന്തെങ്കിലും കണ്ടാൽ അത് വാങ്ങിച്ചുകൊണ്ട് വരും, ഇവിടെ വയ്ക്കും. സാർ ഈ വനവൽക്കരണത്തിലേക്ക് കടന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു വനം അങ്ങ് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ച്. വനം നല്ലതല്ല, പ്രകൃതി. എത്ര കാലമായി സാർ ഇവിടെ? 53 വർഷം. ഈ ചെടി എന്ന് പറയുന്നത് തെറ്റിയാണ്. തെറ്റി ഒരു തൈ കൊണ്ടുവന്ന് നട്ടു. അതിന്റെ തൈകൾ ഇവിടെ മുഴുവനും സ്പ്രെഡ് ചെയ്തു വനം പോലെയായി. അത് ഞാനൊന്നും ചെയ്തതല്ല, അത് തന്നെ അങ്ങനെ സ്പ്രെഡ് ചെയ്തത്. ഈ ലയം എന്ന് പേരിട്ടത് എന്തുകൊണ്ടാണ്? എനിക്ക് സംഗീതത്തിൽ താല്പര്യമുള്ളതുകൊണ്ട്. ഓ, അത് ശരി. സാർ ഇങ്ങനെ ഒരു വീടിന് ചുറ്റും ഒരു കാട് ഉണ്ടാക്കാൻ തീരുമാനിച്ചെന്തുകൊണ്ടാ? ഈ വനം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വനങ്ങളിൽ പോകാറുണ്ട്. അപ്പോൾ വീടിന് ചുറ്റും തന്നെ ഒരു വനം ഉണ്ടെങ്കിൽ പിന്നെ വേറൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട്. അതെ. എത്ര നാളായി ഇവിടെ ഇങ്ങനെ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്? 53 വർഷമായി. 53 വർഷമായിട്ടല്ലേ? ഈ പ്രോപ്പർട്ടി വാങ്ങിയതിന് ശേഷമാണോ ഈ മരങ്ങളൊക്കെ നട്ടത്? അതെ അതെ. ഞാൻ വാങ്ങുമ്പോൾ ഇവിടെയൊക്കെ തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ തൈകളായിട്ട് കൊണ്ടുവന്ന് നടും, പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് വനം പോലെ ആവും. ഇവിടെ സാർ ഈ മരങ്ങളൊക്കെ നട്ടപ്പോഴേ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഔഷധ ഗുണമുള്ള മരങ്ങൾ നട്ടു, അങ്ങനെ എന്തെങ്കിലും ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നോ? അതോ കാട് ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, രണ്ടും. ഈ ഔഷധ ഗുണം എന്നുള്ളതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാണാനുള്ള ഭംഗി, പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫലം തരുന്ന വൃക്ഷങ്ങൾ, അങ്ങനെയൊക്കെയാണ്. ഇതെന്ത് മരമാണെന്നറിയാമോ? ഇല്ല. ഇതാണ് കൊക്കോ. കൊക്കോ. ഓ. ഇതിനകത്തെ കാ വേണമെങ്കിൽ തിന്നാൻ കൊള്ളാം. സാറെന്താ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം ചൂസ് ചെയ്തേ? ഞാനങ്ങനെ ചൂസ് ചെയ്തതല്ല, അതാണ് നാച്ചുറലായിട്ട് വന്നത്. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം,
ജീവിക്കണം അങ്ങനെ ഒരു വാശിയൊന്നും എനിക്കുണ്ടായിരുന്നു. ആ ആ ഏകാന്തത എൻജോയ് ചെയ്യുന്ന ആളാണോ? അതെ അതെ, ഏകാന്തതയെ എൻജോയ് ചെയ്യുന്നു, മനുഷ്യരുമായിട്ടുള്ള ഇടപെടലും എൻജോയ് ചെയ്യുന്നു. ആ അപ്പോൾ നമ്മൾ ജോർജ് മാത്യു സാറിനെ കണ്ടു, പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ പാരാസൈക്കോളജിയിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിഞ്ഞു. അതോടൊപ്പം ഈ ലയം എന്ന വീട് കണ്ടു, അതിന് ചുറ്റുമുള്ള കാടിന്റെ കാഴ്ചകളും കണ്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലേ? ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ കാഴ്ചകളുമായി ഇനിയും കാണാം. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആര്യ ഇപ്പൊ നമുക്ക് നൽകിയത്. ആദ്യം പോയ ബസ് കൊടുങ്ങല്ലൂർ പറവൂർ മൂത്തകുന്നം റൂട്ടിലുള്ള ബസ്സാണ്. എന്താണെങ്കിലും ബസ്സിലേക്ക് രാവിലെ തന്നെ ആളുകൾ കയറി ഒക്കെ സജീവമായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു വനത്തിന്റെ ഒരു വലിയ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളവും ഒപ്പം പൊക്കാളി കൃഷിയും ചെമ്മീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കടമക്കുടിയുടെ ദൃശ്യഭംഗിയാണ് ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇത്രയും നേരം രാവിലെ 7 മണി മുതൽ നമ്മൾ കടമക്കുടിയിൽ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ കൃഷി, ഇവിടെ നിന്നുള്ള ആളുകളുടെ റിയാക്ഷൻ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് കടമക്കുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇവരിപ്പോ രാവിലെ എക്സസൈസിന് ഇറങ്ങിയാണ്. എക്സ്ക്യൂസ് മീ. ഹായ് ഹായ് ഹായ്, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഒന്ന് നിരന്ന് നിന്ന് എല്ലാവരും വാ വാ, എന്നാലും ഒരുമിച്ച് അങ്ങ് പിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ രാവിലെ ന്യൂസ് 18ന്റെ മോർണിംഗ് ഷോ ആണ്, മോർണിംഗ് വൈബ്സ് ആണ്. അപ്പൊ രാവിലെ കടമക്കുടിയിലെ കാഴ്ച കാണാൻ ഇറങ്ങിയതാണ്. രാവിലെ ആദ്യമായിട്ടാണ് കടമക്കുടി. നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണോ? ഞങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും സൈക്ലിംഗ് വരുന്നതാണ് ഇങ്ങോട്ടേക്ക്. എവിടെ നിന്നാണ്? കാക്കനാട് നിന്നാണ് വരുന്നത്. കാക്കനാട് ഇൻഫോപാർക്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. ടെക്കീസാണ്. ഓ, അപ്പൊ ശനിയാഴ്ച അവധി ദിവസം ഇറങ്ങിയതാണോ? എല്ലാ ശനിയാഴ്ച ഇതുപോലെ ലോങ് ആയിട്ട് ഒരു 50 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങാറുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഇപ്പൊ ഇവിടേക്ക് 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ തിരിച്ചെത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റർ. പേര്? എന്റെ പേര് രാകേഷ് എന്നാണ്. സ്ഥലം നാട് ഗുരുവായൂരാണ്, പക്ഷെ കാക്കനാട് തന്നെയാണ്. കാക്കനാട് തന്നെ. പേര് ശ്രീനാഥ്, കാക്കനാടാണ് സ്ഥലം. നമ്മുടെ ഗായകൻ ഹരിശങ്കറിന്റെ ഒരു ചായ എവിടെയോ ഉണ്ടോന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു ഗായകൻ താമസിക്കുന്നുണ്ട്, നജീമുണ്ട്. നജീം അർഷാദ്. ഓക്കെ, നിങ്ങൾ ആരും ഗായകനുണ്ടോ? ഇല്ല, ചെറുതായിട്ട് മൂളിപ്പാട്ട് പോലും ഇല്ല, പാടാറില്ല. നോ ബാത്റൂം സിംഗേഴ്സ്? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, പേര്? പ്രണോയ്. HS പ്രണോയ് അല്ലല്ലോ? അല്ല. ശരിക്കും വീട് കണ്ണൂരാണ്. ഇവിടെ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ 3 പേരും ഒരേ സ്ഥാപനത്തിലാണോ? അല്ലല്ല, ഞാനും പ്രണോയും ഒരു കമ്പനിയിലാണ്, ഇവയിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ സൗഹൃദം വന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ഒരേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞങ്ങള് കോവർക്കേഴ്സ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പേരും കൂടി ഒരു ഫ്ലാറ്റിൽ ഇപ്പോ? അല്ല, ബാച്ചിലർ ലൈഫ് അല്ല. ഓക്കെ, അല്ല, ഈ എന്തുകൊണ്ടാണ് കടമക്കുടി? വൈ നിങ്ങൾ ചൂസ് ചെയ്ത് കടമക്കുടി? നമ്മളിപ്പോ ഓരോ വീക്കിലും ഓരോ സ്പോട്ട് അങ്ങനെ ചൂസ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് വീക്ക് നമ്മള് നെടുമ്പാശ്ശേരി വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ കടമക്കുടി വരാന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് കടമക്കുടി എന്നുള്ളൊരു പ്ലാൻ ഇല്ല, പക്ഷെ നല്ലൊരു സ്പോട്ടും ഭയങ്കര നല്ലൊരു ആംബിയൻസ്. നിങ്ങളൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല? ഈ സൈക്ലിംഗ് തന്നെ ഒരു ഫ്രഷ്നെസ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു സൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു അതെ, ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഏത് ഫ്രെയിമും നമുക്കിപ്പോ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഏത് ഫ്രെയിമിലേക്ക് വെച്ചാലും നല്ല അതാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്. എവിടെ ഫ്രെയിം വെച്ചാലും അത് ഫോട്ടോ ആണ്. നല്ലൊരു ക്ലാരിറ്റി ഉള്ള വളരെ സെനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിപ്പം പലരും ഈ ഡ്രോൺ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പൊ പലരും പറയാറുണ്ട് മുകളിൽ നിന്ന് മാത്രമേ ഭംഗി ഉണ്ടാവാറുള്ളൂ കാണുമ്പോൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മുകളിൽ നിന്നും താഴെ നിന്നും നോക്കിയാലും മനോഹരമാണ് കടമക്കുടി എന്ന് പറയുന്നത്. ഇത്ര അടുത്ത് ഇത്രയും മനോഹരമായ സ്ഥലമുള്ളത് എല്ലാവർക്കും നല്ലതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സാറ്റർഡേ എങ്ങോട്ടാ? നെക്സ്റ്റ് സാറ്റർഡേ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ മോസ്റ്റ്ലി പ്രോബ്ലി ഇവിടെ തന്നെ ആയിരിക്കും. കടമക്കുടി തന്നെ. എറണാകുളത്ത് ഇത്ര പീസ്ഫുൾ ആയിട്ട് ഇത്ര നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല കാക്കനാടൊക്കെ വരുമ്പോൾ വലിയ ട്രാഫിക്കും ഇല്ല, ഓടി എത്താനും പറ്റും അല്ലേ? അതെ. ഓക്കെ, രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു? നിങ്ങൾ 5:06 സ്റ്റാർട്ട് ചെയ്തതാണ്. 5 മണി 5 ഡൈനാമിക് ഉണ്ടല്ലോ അല്ലേ? ഇല്ല, നമുക്ക് ലൈറ്റ് ഉണ്ട്, റീചാർജബിൾ ലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സൈക്കിളിനോട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ കടമക്കുടിയിലേക്ക് എത്തുന്നത് രാവിലെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ അവർക്കൊരു എക്സസൈസ് ആണ്, ഒപ്പം തന്നെ ഒരു മാനസിക ഉല്ലാസമാണ്. കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കടമക്കുടിയിലേക്ക് എത്താമെന്നുള്ളതാണ് അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. നമ്മളിനി വീണ്ടും കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് നമ്മൾ ഇത്രയും നേരം ഈ ചെമ്മീൻ കെട്ടും, ചെമ്മീനും, നാരൻ ചെമ്മീനും, ചൂടൻ ചെമ്മീനും ഒക്കെ അല്ലേ പറഞ്ഞത്. നമ്മൾ അവിടെ കല്ലുമ്മക്ക, കോഴിക്കോട് കല്ലുമ്മക്ക കഴിക്കാത്ത ആളുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കല്ലുമ്മക്ക ഫ്രൈ കഴിക്കാത്ത കോഴിക്കോട്ടുകാരും ഇല്ല. അവിടെ പോയാൽ നമ്മളും കഴിക്കാതിരിക്കില്ല. അപ്പോ ഈ കടലിലെ കല്ലുമ്മക്ക അല്ലെങ്കിൽ പ്രിയപ്പെട്ട കടുക്ക എന്നാണ് പറയുന്നത്, കടുക്ക ശേഖരിക്കുന്ന കാഴ്ച അതൊരു
കാഴ്ച തന്നെയാണ് കടുക്ക എങ്ങനെ ശേഖരിക്കുന്നുള്ളത്. വർഷങ്ങളായി കല്ലുമ്മക്ക ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളിയെ പരിചയപ്പെടാം. നമുക്കിനി നേരെ കോഴിക്കോട്ടേക്ക് കടുക്കയുടെ കാഴ്ചയിലേക്ക്. ഈ കല്ലുമ്മക്കായ പറയുന്നത് കടുക്ക എന്നാണ് കേട്ടോ. പ്രാദേശികമായി പറയുന്നതാണ്, പക്ഷെ പൊതുവേ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ കല്ലുമ്മക്കായ പറക്കുന്നത്, ഇത് എങ്ങനെയാണ് ഇത് പറക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണണം. നമുക്ക് നേരെ കടലോട്ട് പോയിട്ട് കല്ലുമ്മക്കായ പറിച്ച് വരാം. കുഴപ്പമില്ല, നല്ല പണി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പോവും? രാവിലെ 6 മണിക്ക് പോവും. 6 മണിക്ക് പോയാൽ ഒരു 12 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരും. ചേട്ടൻ എത്ര വർഷമായി ചേട്ടാ ഇതിങ്ങനെ? ഞാൻ 33 കൊല്ലമായി തൊഴിലെടുക്കുന്നു. നിങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളാണ്? മത്സ്യത്തൊഴിലാളി വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. ചേട്ടാ എങ്ങനെ ഇവിടെ ഈ കടുക്ക നിങ്ങൾ പറിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു യൂണിറ്റ് ആയിട്ടാണോ, എങ്ങനെയാണ്? ഞങ്ങൾ ഇത് ഇവിടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ്. എലത്തൂർ മേഖലയിലുള്ള 200ഓളം തൊഴിലാളികളുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ അത് ഒരു നിശ്ചിത അളവിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാധനത്തിൻ്റെ ലഭ്യതക്കുറവ് കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഞങ്ങളിത് കൂടുതൽ എടുക്കലുണ്ടായിരുന്നു. അപ്പം സാധനം ഇഷ്ടംപോലെ ഉണ്ടായി, ഏകദേശം കിട്ടാനുള്ളത് കൊണ്ട് അങ്ങനെ എടുത്തു പോകുന്നതായിരുന്നു. ഇപ്പോൾ സാധനത്തിൻ്റെ ലഭ്യതക്കുറവ് കാരണം ഞങ്ങളതൊരു തൂക്കം, ഒരു നിശ്ചിത അളവിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. എങ്ങനെയാ ചേട്ടാ, കല്ലുമ്മക്കായ പറിക്കുന്നതാണോ അല്ലെങ്കിൽ മീൻ പിടിക്കുന്നതാണോ ലാഭം? ഞങ്ങൾ കല്ലുമ്മക്കായൻ്റെ പണി ഞങ്ങൾക്ക് പണി. കല്ലുമ്മക്കായ ഞങ്ങൾ പോയാൽ നിശ്ചിത പൈസ എന്താ ഒരു വേതനം എന്തായാലും കിട്ടും. ഈ മീൻ പിടിക്കാൻ പോയാൽ അത് കിട്ടിക്കോളുന്നില്ല. ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ അന്ന് കിട്ടിക്കോളുന്നില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് മീനിന്റെ മത്സ്യത്തിന്റെ പണി. കല്ലുമ്മക്കായൻ്റെ പണി ഞങ്ങൾ നിശ്ചിത ഒരു അളവ് കിട്ടും, സാധനം കിട്ടും. ഒരു കമ്മിറ്റി തീരുമാനിച്ച അളവിൽ ഞങ്ങൾ സാധനം ശേഖരിക്കലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉപജീവനം നടത്തുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ ചേട്ടാ ഇങ്ങനെ? നമ്മൾ ഈ എലത്തൂർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇത് പിടിക്കുന്നത്? അല്ല, എലത്തൂരല്ല, ഇതിപ്പം കോഴിക്കോടുണ്ട്. ഓതാറ് ബീച്ചിൽ കുറച്ച് തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ചാലിയുണ്ട്, പിന്നെ തിക്കോടി, മൂടാടി, അവിടെയൊക്കെ ആളുകളുണ്ട്. ഒരു തോണിയിലാണ് പോവുക. തോണിയിൽ 3 ആൾ 4 ആൾ 5 ആളൊക്കെ ഒരു തോണിയിലുണ്ടാവും. ഈ ആൾ പോയിട്ട് ഞങ്ങൾ ബനിയന്, പാൻറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൈക്ക് സോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടും. അതിൻ്റെ കല്ലിനുള്ളിൽ ചിലപ്പോൾ ഈ മുള്ളൊക്കെ ഉണ്ടാവും, സൈസ് മുള്ളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവും. കൈക്ക് തറക്കാനെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സാധനം ഇട്ടിട്ടാണ് മുങ്ങുക. രാവിലെ ഒരു 6 മണിക്ക് പോയാൽ ഒരു 12 മണിയാകുമ്പോഴേക്ക് ഞങ്ങളത് ശേഖരിച്ചിട്ടേ വരിക. അങ്ങനെ ചെയ്ത് അങ്ങനെ മുങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശരിക്കും മുങ്ങക്കാന്ന് പറഞ്ഞാൽ 4 ആൾ ആയത്തിൽ വരെ മുങ്ങുന്ന ആളുകളുണ്ട്. 4 ആൾ ആയത്തിൽ വരെ മുങ്ങും. 4 ആളായെന്ന് പറഞ്ഞാൽ ഒരു 6 മീറ്ററിനടുത്ത് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പണ്ട് കടുക്ക പറിക്കുന്ന പോലെയാണോ ഇപ്പൊ പറിക്കുന്നത്? അല്ല, ഇപ്പൊ പണിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ഇത് കണ്ടമാനം ഭാര്യ എടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ്. ഇപ്പൊ ഒരു 10 കിലോ ഒക്കെയാ പറിക്കുന്നത്. ഞങ്ങൾ പോകുന്ന കാലത്ത് ഒരു ചാക്ക് കടുക്ക 100 കിലോ കടുക്ക പറിക്കും. ഞാൻ എത്രയോ കാലം 60 കൊല്ലം ധരിക്ക് കടലിൽ പണിയെടുത്ത ആളാണ്. എപ്പോഴെങ്കിലും ഇത് കുറവുള്ള സമയം ഉണ്ടാവാറുണ്ട്? സീസൺ അനുസരിച്ചാണോ കല്ലുമ്മക്കായ കൂടുതൽ? സീസൺ അനുസരിച്ചിട്ടാണ്. ഇതിലിപ്പോ ഈ സീസണിൽ ഇനിയിപ്പോ ഒരു ഡിസംബർ മാസമായി കഴിഞ്ഞാൽ ഈ വലിയ സാധനം കുറഞ്ഞു വരും. പിന്നെ ഈ കുഞ്ഞുങ്ങൾ വലുതായി വരണമെങ്കിൽ ഒരു ഫെബ്രുവരി മാസമാകുമ്പോഴാണ് ഇത് വളർന്ന് വലുതായി വരിക. പിന്നെ ആ സമയത്താണ് കുറച്ച് കൂടുതൽ കിട്ടുന്ന സമയം. ആ സമയത്താണ് എടുക്കുക. പിന്നെ ഇപ്പോൾ പൊതുവേ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലവ് കൂടുതലാണ്.
ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഈ പണ്ട് കാലത്തൊക്കെ കുഴഞ്ഞിട്ടായിരുന്നു പോയത്. ഇപ്പം മിഷൻ വെച്ച് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ മണ്ണെണ്ണ കിട്ടാനില്ലാത്തത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പോയി വരണമെങ്കിൽ തന്നെ വലിയ ചെലവ് കൂടുതലാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ചെലവിനൊത്ത വരവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര അത് കിട്ടുന്നില്ല, പഴയ മാതിരിയുള്ള അത് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് ചെലവ് കൂടുതലുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇനി നാളെ മറ്റൊരു സ്ഥലത്ത് പുതിയ വിശേഷമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ കല്ലുമ്മക്കായുടെ കാഴ്ച നമ്മൾ കണ്ടു. കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട ഇനമാണല്ലോ കല്ലുമ്മക്കായ. അപ്പോൾ അതിന്റെ ഫ്രൈ ഒക്കെ കഴിച്ചോളൂ. എന്നാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്തിരിക്കും. ഞാനെന്താണ് തിരിച്ചു വരുമ്പോൾ ഇവിടെ കുറച്ച് മറ്റു ചില കാഴ്ചകൾ കൊണ്ടുവരും. മറ്റു ചില കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണ് കടമക്കുടി. ഈ ദേശാടന പക്ഷികളുടെ പ്രശ്നം നമ്മുടെ പൊക്കാളി കൃഷി നടത്തുന്ന ചേട്ടന്മാർക്ക് പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് മനോഹരമായിട്ടുള്ള ഈ ബേർഡ് വാച്ചിങ് എന്നുള്ള ഒരു പ്രധാന ഇടം കൂടിയാണ് കടമക്കുടി. അപ്പോൾ അതിന്റെ ചില വിശേഷങ്ങളിലേക്കാണ് വരാൻ പോകുന്നത്. പക്ഷേ ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം. ഒരു ഇടവേളയിലേക്ക് മോർണിംഗ് വൈബ്സ് അതിവേഗത്തിൽ തിരിച്ചെത്തും. ബ്രേക്ക്. Community. There were many delegations waiting for that. The first one called was our delegation, and he expressed that no, we are with you, and you can expect all cooperation from the government. പ്രധാനമായ കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം സൗഹാർദ്ദപരമാണ് എന്ന് പറയുന്നു. രാഷ്ട്രീയം ചർച്ചയായില്ല. അതുപോലെ ക്രൈസ്തവ സഭ, ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്, അവിടെ ചർച്ച ഉണ്ടായില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതായാലും തന്നെ പ്രധാനമന്ത്രി പരിഗണിച്ചു കാര്യമായി. കാരണം ആദ്യം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയതിനെ പോസിറ്റീവായി കാണുന്നുവെന്ന് സഭാധ്യക്ഷൻ പറയുന്നുണ്ട്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കും. ടോം, ഇത് പ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം രാഷ്ട്രീയമായി BJPക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിലുണ്ട്. സഭയ്ക്കും ചില ആവശ്യങ്ങൾ കേന്ദ്ര ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, ക്രൈസ്തവർ നേരിടുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എങ്കിൽ പോലും ഇത് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു വേദിയായി ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ സഭ കണ്ടേക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തെ. തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരു രാഷ്ട്രീയമില്ലെങ്കിൽ പോലും അതിലൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാർ റാഫേൽ തട്ടില് സഭയുടെ അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത ശേഷം നടത്തുന്ന ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ്, അതായത് ഭരണതലത്തിലുള്ളവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്നാണ് സഭയുടെ ഒരു നിലപാട്. പക്ഷേ പതിവില്ലാത്ത ഇത്തരം ഒരു കൂടിക്കാഴ്ചകൾ പതിവില്ലാത്തതാണ്. കാരണം ഇതിനു മുൻപ് സഭയുടെ അധ്യക്ഷന്മാരായി ആരെങ്കിലും ചുമതലയേറ്റെടുത്താൽ ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു പതിവില്ലാത്തതാണ്. പക്ഷേ ആ പതിവുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് മാർ റാഫേൽ തട്ടിൽ ഇത്തരം ഒരു കൂടിക്കാഴ്ചയുമായി രംഗത്ത് വരുന്നത്. അതിനകത്ത് BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കാരണം കേരളത്തിലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമായിട്ടുള്ള സീറോ മലബാർ സഭയുടെ ഒരു അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരുന്നു. അതും അദ്ദേഹം ചുമതലയേറ്റിട്ട് ഒരു മാസമാകുന്നില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരമൊരു കൂടിക്കാഴ്ചയിൽ BJP വലിയ രാഷ്ട്രീയ പ്രതീക്ഷ പോലും വെക്കുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിലെ BJP വലിയ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴാണ് മാർ റാഫേൽ തട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർ റാഫേൽ തട്ടിൽ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമായ കാര്യം പറഞ്ഞു. അതായത് ഒരു അനൗപചാരികമായ കൂടിക്കാഴ്ചയാണ്, സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ്. രാജ്യത്തെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഈ അടുത്ത ദിവസമാണ് CBCയുടെ യോഗം, CBCയുടെ മീറ്റിംഗ് ബാംഗ്ലൂരിൽ നടന്നത്. ആ ബാംഗ്ലൂരിൽ നടന്ന മീറ്റിംഗിൽ രാജ്യത്തെ
ഭരണഘടന വലിയ പ്രതിസന്ധിയിലാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് രാജ്യത്തെ ഭരണകൂടം സ്വീകരിക്കുന്നതെന്ന് വലിയ രൂക്ഷ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കടമക്കുടിയിൽ നിന്നാണ് മോർണിംഗ് വൈബ്സ് തുടരുന്നത്. കടമക്കുടിയിലെ കാഴ്ചകളുമായി മോർണിംഗ് വൈബ്സ് നമ്മൾ രാവിലെ മുതൽ ആരംഭിച്ചതാണ്. ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരുപാട് കാഴ്ചകൾ, അവിടുത്തെ ടൂറിസം സാധ്യതകൾ, അവിടുത്തെ കാഴ്ചകൾ. ഞാൻ പറഞ്ഞല്ലോ, ദേശാടന പക്ഷികളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് കടമക്കുടി. ഒരുപാട് വിവിധ ഇനം പക്ഷികൾ ഇവിടെ എത്തുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം ഉണ്ടായിരിക്കാം. സ്വാഭാവികമായും ഈ ചെമ്മീൻ, അതിന്റെ ഒരു സാന്നിധ്യം, ധാരാളം അതിനുള്ള തീറ്റയ്ക്കുള്ള സാഹചര്യം. അങ്ങനെ കണ്ടോ, ഇത്ര ഭംഗിയായിട്ടാണ് ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകൾ തേടി നടന്നപ്പോഴാണ് അതേ ഒരു അച്ഛനും മകനും കണ്ടു ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള 2 പേരിലേക്ക് ഞങ്ങൾ എത്തിയത്. അവർ വളരെ ക്ലോസ് ആയി നിന്ന് ബേർഡ് വാച്ചിങ് ആണ് പ്രധാനമായും. അവർ ബേർഡ്സിന്റെ ഫോട്ടോസ് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്ന 2 പേരെ ഞങ്ങൾ കണ്ടുപിട്ടിയത്. ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തോട്ടെ എന്നിട്ട് ഞാൻ ചോദിക്കാം. ക്ലിക്ക് ചെയ്തോ? ഓക്കെ. പേര് കൃഷ്ണ, ഋഷി. കൃഷ്ണയും ഋഷിയുമാണ് ഇവരുടെ ഋഷീസ് നേച്ചർ അല്ലെ. ഋഷീസ് നേച്ചർ എന്നുള്ള പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിലെ ഫോട്ടോസ് എടുത്ത് നോക്കുക, ഉറപ്പാണ് കിട്ടലെന്നാണ്. ഞാൻ കുറെ ഫോട്ടോസ് ഇങ്ങനെ നോക്കുമായിരുന്നു ഈ ബ്രേക്കിന്റെ സമയത്ത്. അപ്പോൾ ഋഷിയാണ്, ഋഷിക്ക് ഭയങ്കര താല്പര്യമാണ്, ഇൻട്രസ്റ്റ് ഈ ബേർഡ് വാച്ചിങ്ങിലും വളരെ ഡെപ്ത് ആയിട്ട് അദ്ദേഹം റിസർച്ച് ചെയ്യുന്നുണ്ട്. +1 പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഈ ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഏതൊക്കെ ഇനം പക്ഷികളാണ് കൂടുതൽ? ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഓസ്പ്രേ ആണ്. ഓസ്പ്രേ പക്ഷെ ഇന്ന് ഇവിടെ ഇല്ല. ജനറലി ഇത്തിരി റയറാണ് കാണാൻ, പക്ഷെ ഇവിടെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റാറുണ്ട്. ഇന്നിപ്പോ ഗോഡ്വിറ്റ് വന്നിട്ടുണ്ട്. യുറേഷ്യൻ ഗോഡ്വിറ്റ് ഒന്ന് കാണിച്ചോ? അവിടെ ഇരിക്കുന്ന ഫ്ലോക്ക് ഓഫ് ബേർഡ്സിനെ കണ്ടോ? പർപ്പിൾ സ്വാംപ് ഹെന്റെ സൈഡിലായിട്ട്. ബ്ലൂവിന്റെ അത് പർപ്പിൾ സ്വാംപ് ഹെൻ, അത് കോമണാ. അതിന്റെ തൊട്ട് സൈഡിലിരിക്കുന്ന ഒരു ബ്രൗൺ ഫ്ലോക്ക് കണ്ടോ? അത് യുറേഷ്യൻ ഗോഡ്വിറ്റ് ആണ്. ദേ ആർ റഷ്യൻ ബേർഡ്സ്. റഷ്യയിൽ നിന്ന് വരുന്നതാണ്. റഷ്യൻ ചങ്ങാതിമാരാണ് അവര്. ഓക്കെ, റഷ്യയിൽ നിന്ന് പേര് ഗോഡ്വിറ്റ് അല്ലേ? ഗോഡ്വിറ്റ്, റഷ്യൻ ഗോഡ്വിറ്റ്, യുറേഷ്യൻ ഗോഡ്വിറ്റ്. ഓക്കെ, യുറേഷ്യൻ ഗോഡ്വിറ്റ്. അപ്പോൾ അവരുടെ ഒരു സഞ്ചാരപഥം എങ്ങനെയാ? എത്ര നാളുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ പറന്നിവിടെ എത്തുക? യൂഷ്വലി ഇവര് വരുന്നത് വിന്റർ മന്ത്സിലാണ്. ബ്രീഡിംഗ് സീസൺ വിന്ററിലാണ്. അവിടുത്തെ ഹാർഷ് കോൾഡ് കണ്ടീഷൻസ് എസ്കേപ്പ് ചെയ്യാനായിട്ട് സൗത്ത് ഇന്ത്യ പിന്നെ ഓൾ ഓവർ ഏഷ്യയിലത്തെ ഒരു ലോവർ ഹാഫിലേക്ക് എപ്പോഴും വരാറുണ്ട്. വിന്റർ കഴിഞ്ഞിട്ട് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകുന്നതാണ് ഇത്. ഓക്കെ 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 ഓക്കെ. ഇതൊരു റയർ ഒക്കേഷൻ ആണ് അവരുടെ ഈ യാത്രയിൽ? യാത്രയിൽ അല്ല, യൂഷ്വലി എവറി ഇയർ നമുക്ക് കടമക്കുടിയിൽ ഈ ഒരു സമയത്ത് വന്നാൽ യുറേഷ്യൻ ഗോഡ്വിറ്റ്സ് ഉണ്ടാവും. ഗോഡ്വിറ്റ്സ് ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് നമ്മൾ ഈ ഇവിടത്തെ ഒരു സ്ഥിരം കാഴ്ചയിലുള്ളത് നമ്മുടെ നാടൻ കൊക്ക് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഈ സൈബീരിയൻ അവിടെ നിന്നൊക്കെ വരുന്ന പക്ഷികളുണ്ടാകില്ലേ? ഇപ്പം റഡ്ഡി ഷെൽഡക്ക് എന്ന് പറയുന്ന ഒരു ഡക്കുണ്ട്. ഇതൊക്കെ വളരെ സ്ഥിരമായിട്ട് ഇവിടെ ഇടയ്ക്ക് വന്നിരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഹാബിറ്റാറ്റ് ലോസ് ഭയങ്കരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രോബ്ലി ഇപ്പൊ ലാസ്റ്റ് 15 years ആയിട്ട് നമ്മളിവിടെ വരുന്നതിൽ കഴിഞ്ഞ ഒരു 5 years ആയിട്ട് ഇതിന്റെ എല്ലാം നമ്പേഴ്സ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയെ നല്ലൊരു ബേർഡ് വാച്ചിങ് ഏരിയ ആയിട്ട് ഗവൺമെന്റിന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ആ തരത്തിലുള്ള ഒരു പ്രൊആക്റ്റീവ് അപ്രോച്ച് അല്ല. പ്രോബ്ലി കുറച്ചുകൂടെ ഫാമർ ഫ്രണ്ട്ലി ആണ്. അതിനെ കുറ്റം പറഞ്ഞതല്ല, പക്ഷേ പ്രോബബ്ലി ചില ഏരിയകളെങ്കിലും ഫാമേഴ്സിന് ഇത് പ്രശ്നമാണ്. ഫാമേഴ്സ് പറയുന്നത് അവര് ഈ പൊക്കാളി കൃഷിയും അല്ലെങ്കിൽ ചെമ്മീനെയൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകുന്നു. അതാ പറഞ്ഞ അതിന് കൃത്യമായിട്ടുള്ള ഡിവിഷൻ ഉണ്ടായാൽ മതി. ചില ഏരിയകൾ ഇവർക്ക് വിട്ടുകൊടുക്കുക, ചില ഏരിയകൾ അവർക്ക് ഉപയോഗത്തിനുള്ള തരത്തിൽ ഉപയോഗിക്കുക. അത് പോസിബിൾ ആണോ? ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാൽ ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്ന ചില ഏരിയകൾ അല്ലെങ്കിൽ ഈ സ്വാമ്പും ഇതുമെല്ലാം വരുന്ന നമ്മള് സ്വാമ്പ് ഫോറസ്റ്റ് കണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇവർക്ക് വിട്ടുകൊടുക്കുക. അപ്പൊ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആവുമായിരിക്കും. ഓക്കെ ഓക്കെ റൈറ്റ്. ഋഷിക്ക് എന്താ ഈ ബേർഡ് വാച്ചിങ്ങിനോട് ഇത്ര താല്പര്യം വന്നത്? ബേർഡ് വാച്ചിങ്ങിനോട് താല്പര്യം എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ പ്രോബ്ലി ഫാമിലി തന്നെ ഓൾറെഡി അതെ. അപ്പോ ആ സമയം തുടങ്ങി ലൈക്ക് 5th തന്നെയാണ് ഞാൻ ഇത് അത്രയും പാഷനേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ബേർഡ്സ് ആർ ആക്ച്വലി ബ്യൂട്ടിഫുൾ. നമ്മൾ സാധാരണ കാണുന്ന ആനിമൽസും അതിനേക്കാളും കൂടുതൽ കളർഫുൾ ബ്യൂട്ടിഫുൾ ബേർഡ്സ് ആണല്ലോ. സോ ആൻഡ് ഇത്രയും കൂടെ കോമൺ ആണ്, കാണാൻ ഇത്രയും കൂടെ എളുപ്പമാണ്, അടുത്തുണ്ട് കാണാനായിട്ട്. അങ്ങനെ മറ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കാറുണ്ട്? ഇപ്പോ മറ്റ് ആനിമൽസ്, സ്നേക്സ്, അതൊക്കെ
വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കംപ്ലീറ്റ്ലി പാഷനേറ്റ് ആണ്. ഓക്കെ, ബേർഡ് വാച്ചിങ്ങിന് മാത്രമല്ല, ബട്ട് ബേർഡ്സ് ആണ് ഇത്തിരി കൂടെ കോമൺ കാണാൻ. So you want to take it as a serious profession? നോട്ട് ആസ് എ പ്രൊഫഷൻ, ജസ്റ്റ് എ പാഷൻ. ഓക്കെ ഓക്കെ, ഞാൻ എനിക്ക് 1-2 പിക്സ് കാണിക്കാമോ, ഋഷിയുടെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ, ആരുടെ വെച്ചാ? ഓക്കെ, അപ്പൊ ഇന്ന് ഋഷി രാവിലെ കടമക്കുടിയിൽ വന്ന് എടുത്ത കുറച്ച് പിക്സ് നമുക്ക് എന്റെ വ്യൂ ഫൈൻഡറിൽ കാണിക്കാൻ പറ്റുമോ നോക്കാം. മനോജ് ചേട്ടാ, നമുക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കിട്ടുന്നുണ്ട്. ഓക്കെ, പർപ്പിൾ സ്വാമ്പ് അല്ലേ? ഓക്കെ ഓക്കെ, ഇത് എവിടെ? ഈ ഭാഗത്ത് തന്നെ എടുത്താണല്ലേ? ഓക്കെ ഓക്കെ. ഫ്രെയിം ബൈ ഫ്രെയിം കണ്ടോ, ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. ഗോഡ് വിത്ത്, യൂറേഷ്യൻ ഗോഡ് വിത്ത് നമ്മൾ ആദ്യം പറഞ്ഞത്. ഓക്കെ, യൂറേഷ്യൻ ഗോഡ് വിത്ത്. ഓക്കെ, ഇതിന്റെ പേരെന്താ? അത് ഇര പിടിച്ച സമയല്ലേ? പക്ക ക്യാപ്ചർ. ഓക്കെ, ഒരു പക്ഷിയുണ്ട്. അത് എവിടെ? ഒറിജിൻ ഏതാ? അല്ല, ഒറിജിൻ നോർത്ത് തന്നെയാ, നോർത്ത് ഇന്ത്യ. ഓക്കെ, നമുക്ക് ഇവിടെ മൈഗ്രേഷൻ വരും. സോ ഫെസന്റ് ടെയിൽ ജക്കാനയുടെ അവിടെ തന്നെയുണ്ട്. ഫെസന്റ് ടെയിൽ ജക്കാനയുടെ ഫ്ലൈറ്റ്സ്. ഇത് ഏതാ? ആ ബേർഡ് ഏതാ ഇപ്പൊ കാണിക്കുന്നത്? ഫെസന്റ് ടെയിൽ ജക്കാന. ഫെസന്റ് ടെയിൽ ജക്കാന നോർത്ത് ഇന്ത്യൻ ആണ്. യൂഷ്വലി ഇപ്പോഴും കംപ്ലീറ്റ് ബ്രീഡിംഗ് സീസൺ ആയിട്ടില്ല. ഫെസന്റ് ടെയിൽ ജക്കാന ബ്രീഡിംഗ് ആവുമ്പോൾ അതിന്റെ വാലിന്റെ അവിടെ ഭയങ്കര മയിൽ പോലത്തെ തന്നെ യെല്ലോ കളറിൽ ഫെദേഴ്സ് വരും. അതാണ് പ്രത്യേകത ഫെസന്റ് ടെയിൽ ജക്കാനയുടെ. ഞാൻ പിടിച്ചു വെക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. എന്നാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം അച്ഛനെയും മകനെ ഇതിനെ കാണാൻ കഴിഞ്ഞു. നിങ്ങൾ ഈ പാഷൻ കണ്ടിന്യൂ ചെയ്യുക. ഋഷീസ് നേച്ചറിന് ഞാൻ പുതിയൊരു ഫോളോവർ ആയിരിക്കും, ഉറപ്പായിട്ടും നോക്കും കേട്ടോ. എന്റെ പേര് എൽദോ, അപ്പൊ ഉറപ്പായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇവര് ഋഷിയും അച്ഛനും രണ്ടുപേരും ഈ ബേർഡ് വാച്ചിങ്ങിലെ അതിന്റെ ഒരു ഭംഗിയും കൂടെ തേടുന്നുണ്ട്. ഒരു ഇൻ ഡെപ്തില് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിയുടെ ഒരു സൗന്ദര്യം കൂടി അവർ കണ്ടെത്തുന്നത്. അതാണ് കടമക്കുടി. ഞാൻ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള കാഴ്ചകൾ, പലതരത്തിലുള്ള വിശേഷങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ചേട്ടന്മാർ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ചേട്ടൻ നമ്മുടെ ബാങ്കിന്റെ ആളാണ്, സഹകരണ സംഘത്തിലാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ സഹകരണ ബാങ്കിലെ പ്രസിഡന്റാണ്. ബാങ്കിന്റെ പേര് കോരാമ്പടം സർവീസ് സഹകരണ ബാങ്ക് അല്ലേ? ഓക്കെ. അപ്പോ ഈ പൊക്കാളി സംരക്ഷണം അല്ലേ പ്രധാന നിങ്ങളുടെ ഒരു? പൊക്കാളി നമ്മുടെ കടമക്കുടി പഞ്ചായത്താണ് ഞങ്ങളുടെ വർക്കിംഗ് ഏരിയ. അപ്പൊ കടമക്കുടി പഞ്ചായത്തിന്റെ റിസോഴ്സസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ നേരത്തെ ആരും ഇങ്ങനെ വരില്ലായിരുന്നു കടമക്കുടി തേടി. അപ്പൊ എല്ലാം ദ്വീപായിരുന്നു, 9 ദ്വീപായിരുന്നു. 14 ദ്വീപ് എന്നൊക്കെ വായിച്ചു കേട്ടു. ഇല്ല, 9 ദ്വീപ്. കുഞ്ഞു കുഞ്ഞൊക്കെ ചെകുത്താന്തൂരത്തൊക്കെ പറയണതൊക്കെ ഒരു അതായത് ഈ 14 ദ്വീപ് ചേർന്ന സമൂഹമാണ് കടമക്കുടി ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നിങ്ങനെ പറയുന്നത്. അല്ല, മെയിൻ ആയിട്ടുള്ള 9 ദ്വീപുകളാണ്. ഇപ്പൊ അവിടെ ഇപ്പൊ കടമക്കുടി കണക്ഷൻ ഉണ്ട്, കോതാട്, അങ്ങനെ മൂലമ്പള്ളി, പെരലേക്കാണ് കണക്ടിവിറ്റി ആയിട്ടുണ്ട്, ചേന്നൂര് കണക്ടിവിറ്റി ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ കണക്ഷൻ ഇല്ലാത്ത കുറെ ദ്വീപുകളുണ്ട്. അപ്പൊ ബാങ്ക് ഇങ്ങനെ വളരെ പ്രയാസകരമായ ഒരു വർക്കിംഗ് ഏരിയ ആയിരുന്നു. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 5 ദ്വീപുകളിൽ ബ്രാഞ്ചുകൾ തുടങ്ങി. പിന്നെ ഇവിടുത്തെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചെമ്മിക്കെട്ടും പൊക്കാളി കൃഷിയാണ്. പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി, ടൂറിസം, ഇത്രയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ ഈ 3 കാര്യങ്ങളിലാണ് ബാങ്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ ജൂൺ മാസം മുതൽ ഒക്ടോബർ വരെ പൊക്കാളി കൃഷി, പിന്നെ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ ചെമ്മിക്കെട്ടുമാണ്. അപ്പൊ ഇതിനകത്ത് ഞങ്ങള് ഇതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ കർഷകരോട് സംസാരിച്ചപ്പോഴേക്കും അവരൊക്കെ വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ പറയുന്നു. ചെമ്മിക്കെട്ട് അത്രമാത്രം നഷ്ടമുണ്ടോ? ചെമ്മിക്കെട്ട് ചില സീസണുകളിൽ നഷ്ടമായിക്കോളും. ഗാംബ്ലിംഗ് പോലെയെന്ന് പറയുന്നു. അതായത് ചെമ്മിക്കെട്ട് നടത്തുന്ന പേര് ഹരോൾഡ് നിക്കോൾസൺ. ഹരോൾഡ് നിക്കോൾസൺ. ഓക്കെ ഓക്കെ, ഹരോൾഡ് നിക്കോൾസൺ. പേര് വിനോദ്. ചെമ്മിക്കെട്ട് എവിടെയാണ്? ബോർഡ് മെമ്പറാണ്. ഈ വർഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്, ചെമ്പിക്കെട്ടിലേക്ക് ഇറങ്ങിയേക്കുന്നത്. നേരത്തെ വലിയ ഉണ്ടെങ്കിലും ഫാദറൊക്കെ ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. ഈ വർഷം ഒരു തുറക്കും എന്നുള്ള രീതിയിൽ ഇറങ്ങി. ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ മോശമാണ്, കാരണം പ്രകൃതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. കൂടുതലായിട്ടൊക്കെ ഇപ്പൊ ജോണേട്ടൻ പണ്ട് മുതലേ ഈ നണ്ട് കൃഷി, നണ്ട് ഇവിടുന്ന് കളക്ട് ചെയ്ത് നമ്മളിവിടുന്ന് ഞാൻ കേരളം മൊത്തം കളക്ട് ചെയ്തിരുന്നതാണ്. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സിംഗപ്പൂര്, തായ്വാൻ, ചൈന,
അങ്ങനെ ആ രാജ്യങ്ങളിലേക്ക് കടത്തിവിടാനായിട്ടുന്ന എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് കളക്ട് ചെയ്ത് കൊടുത്തിരുന്നതാണ്. പക്ഷേ പ്രളയം വന്നതുപോലെ നമ്മളിവിടെ മാലിന്യങ്ങളായി വലിയ പുഴകളെല്ലാം നികന്നുപോയി. പിന്നെ അപ്പൊ ഇതിന്റെ ഉൽപാദനവും നടക്കണില്ല എന്ന് പറഞ്ഞാൽ അത് പരിപാടി ഇല്ലാതെയായി. ഇന്നിപ്പോ ഞാൻ ഏതാണ്ട് ഒരു 10,000 കിലോ ഞണ്ട് വരെ എന്റെ ഷെഡിൽ വന്നിരുന്നത് ഇന്ന് ഒരു ഞണ്ട് പോലും വരാത്ത അവസ്ഥയായി. കായലെല്ലാം നികന്ന് വളരെ മോശം പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രളയത്തിന് ഒത്തിരി എക്കല് വന്ന് വീണ് പിന്നെ നമ്മള് വലിയ കായലുകളെല്ലാം നികന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഇതിന്റെ എല്ലാം മീനുകളെല്ലാം ഇല്ലാതെ ഇവിടെ. പിന്നെ കെട്ടുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേലിയേറ്റം വേലിയിറക്കവും കുറവായി. ശരിയായ രീതിയിൽ വെള്ളത്തിന്റെ ആ കയറ്റിറക്കം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്നാണ് നമ്മൾക്ക് കൊച്ചി കടലിൽ നിന്നാണ് വെള്ളം കയറി വരണം. കൊച്ചി അഴിമുഖത്ത് അവിടെ സംഗതി ഇപ്പൊ അത് കുറവായി. ഏറ്റവും ഉറപ്പും കുറവായി. വെള്ളത്തിന്റെ തിരിവുകൾ മാറി. അങ്ങനെയുള്ള വല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടുത്തെ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പിങ്കര മൊത്തം, പിന്നെ കടമക്കുടി പഞ്ചായത്ത്, കോട്ടുള്ളി പഞ്ചായത്ത്, ഏഴിക്കര പഞ്ചായത്ത്, ചേരാനൂർ പഞ്ചായത്ത്, മുളവുകാട് പഞ്ചായത്ത്, ഇത്രയും വൈപ്പിങ്കര മൊത്തം എന്ന് പറയുന്ന ഇളങ്ങന്തപ്പുഴ, നായരമ്പലം, എടവനക്കാട്, ചെറായി, ഇത്രയും മേഖലകളിലുള്ള പഞ്ചായത്തുകളെല്ലാം ഇതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിന്റെ മേഖലകളായിരുന്നു. 90% ഇവിടെയുള്ളവർ മത്സ്യബന്ധനം നടത്തിയിരുന്നത്. പക്ഷെ ഈ ഒരു പ്രളയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒത്തിരി ഇപ്പൊ ഈ ഹാരോൾഡ് ഒക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ ട്രെഡ്ജ് ചെയ്ത് ഈ അക്കലുകളെല്ലാം മാറ്റിയാൽ മാത്രമേ ഇവിടുത്തെ പഴയ രീതി എത്തുള്ളൂ. എനിക്ക് പിന്നെ ഞാനിപ്പോ ഈ ഞണ്ടിന്റെ പരിപാടി എല്ലാം നിർത്തി. ഇപ്പൊ എനിക്കൊരു ഫാം ഉണ്ടായിരുന്നു, ഞണ്ട് വളർത്തിയിരുന്നു. അതോടെ ഞാനിപ്പോ ആ ഫാം ഇപ്പൊ ഒരു റിസോർട്ട് ഫാം സ്റ്റേ പോലെ, എന്റെ ഫാമിന്റെ പേര് ജോൺസ് ഹവൻ. അപ്പൊ അത് നിങ്ങൾ വന്നു കഴിഞ്ഞാല് ഞാൻ നല്ല രീതിയിൽ അവിടെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ തീരമാണോ വലിയപേരമ്പയുടെ ഫ്രണ്ടാണ്. കടമക്കുടി പഞ്ചായത്തിൽ ഇപ്പൊ വലിയ ഇത് പറയണല്ല, ഇത്രയും നല്ലൊരു സൈറ്റുള്ള ഒരു ഏരിയ. ആയിക്കോട്ടെ, സന്തോഷം. നിങ്ങളാണ് ഞങ്ങളെ ഇനി രക്ഷപ്പെടുത്തുന്നത്. കാരണം ഇവിടെയുള്ള എല്ലാ തൊഴിൽ മേഖലകളെല്ലാം സ്തംഭിച്ച്. കാരണം ഇവരൊക്കെ പോയി ഇപ്പൊ ചെമ്മിക്കെട്ടിലേക്ക് ഇറങ്ങിയെന്നറിയാമോ? കയ്യിൽ നിന്ന് ചിലപ്പോ ലോണൊക്കെ എടുത്തിട്ടായിരിക്കുള്ളൂ. പക്ഷെ വേറെ തൊഴിലില്ല, മാർഗങ്ങളില്ല. കാരണന്മാരായിട്ട് തന്നെ ഈ വ്യവസായം തൊഴിൽ ചെയ്തിരുന്നവരാണ്. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായി. എല്ലാം മൊത്തം മേഖലകൾ ചെമ്മീൻ കിള്ളലില്ല. പണ്ട് ഒത്തിരി ചെമ്മീൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് പോയിരുന്നതാണ്. അതൊന്നും ഇല്ല ഇപ്പൊ ആന്ധ്രയിൽ നിന്നൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് ചെമ്മീൻ കൊണ്ടുവന്ന് ഈ മാലിന്യം ഉള്ള ചെമ്മീനെ കൊണ്ടുവന്നാണ് കിള്ളി ഇവിടെ കുറച്ച് നിസ്സാരം പെണ്ണുങ്ങൾക്കൊക്കെ തൊഴിലുള്ളത്. ഞാനിപ്പോ അവിടെ ആ ഒരു ചെമ്മീൻ കെട്ടി മണിച്ചേട്ടന്റെ ചെമ്മീൻ കെട്ടി പോയി. അവിടെ പോയിപ്പോ എന്റെ കയ്യിൽ ഇങ്ങനെ ജീവനുള്ള ചെമ്മീൻ കയറിയപ്പോ എനിക്ക് സന്തോഷം. ഞാൻ കണ്ടിട്ടില്ല ആ ചെമ്മീൻ ഉണ്ടല്ലോ. ആ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ മീൻ, പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞ ഇത്രയാകുന്ന തെളികളാണ്. നമ്മൾ ഈ പിന്നെ മണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അതെല്ലാം വളരെ ചെറുതായി പോയി. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഒരു 100 കിലോ ചെമ്മീൻ കിട്ടുന്നത് ഒരു വലിയ കെട്ടില്, ഒരു 10-30 ഏക്കറുള്ള 100 കിലോ ചെമ്മീൻ കിട്ടുന്നത് അതിന്റെ ശരിയായ വളർച്ച എത്തുകയാണെങ്കിൽ ഒരു 300 കിലോ 400 കിലോ കിട്ടേണ്ടതാണ്. അപ്പൊ ചെമ്മീൻ അത് ബേസ് ഇല്ല. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കായലിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇറങ്ങി പോരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ മേഖലയെ രക്ഷപ്പെടുത്തണമെങ്കിൽ നല്ലൊരു പഠനം തന്നെ നടത്തണം. ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു പഠനം നടത്തി ശരിക്കും പറഞ്ഞാൽ മൊത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ വൈപ്പിൻ മണ്ഡലമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ വൈപ്പിൻ മൊത്തം കടമക്കുടി, മുളവുകാട് ഇത്രയും പെട്ടതാണ് വൈപ്പിൻ മണ്ഡലം. അതുകൂടാതെ ഏഴിക്കര, വറവൂരിന്റെ ഇതിൽപ്പെട്ടാണ് ഏഴിക്കര, കോട്ടുവള്ളി, വരാപ്പുഴ, ചേരാനല്ലൂര്, ഈ ഭാഗത്തുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളും നമ്മൾ ഈ ഭാഗത്ത് വന്നാണ് മീൻ പിടിച്ചിരുന്നത്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഒരു 100 വഞ്ചിയെങ്കിലും ഞങ്ങൾ ഈ കായലിലുണ്ടാവും ജോലിക്ക് വരുന്നവര്. ഒരു വഞ്ചി പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ വളരെ പിന്നോട്ട് പോയി കഴിഞ്ഞു. കാരണം എല്ലാം ശരിയാവും ചേട്ടാ. നമുക്ക് ഈ പറഞ്ഞാൽ നമുക്ക് ശുഭാപ്തി വിശ്വാസം വെക്കുക എന്നുള്ളതാണ്. കൂടുതൽ പഠനങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ജോൺ ചേട്ടൻ സമാധാനപ്പെടും. എന്നാലും റിസോർട്ട് ഗംഭീരമായിട്ട് വളർത്ത്. ആയിക്കോട്ടെ, നിങ്ങളൊക്കെ സഹായിക്കണം. ഉറപ്പായിട്ട് നമുക്ക് എന്തായാലും ബെഞ്ചമിൻ ചേട്ടാ നമുക്ക് എല്ലാവരിലേക്കും വരാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോയിൽ ഒന്ന് പോയിട്ട് വരാം. നമുക്ക് നടക്കാം, കുറച്ച് നടന്നാലോ? കുഴപ്പമില്ല. അപ്പം സ്റ്റുഡിയോയിൽ നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നോക്കാനുള്ളതുകൊണ്ടാണ് MG മിഥുനുണ്ട്. ഒരിക്കൽ കൂടി കടമക്കുടിയിൽ നിന്നും ഈ ചേട്ടന്മാരൊക്കെ നമ്മൾ കടമക്കുടിയിലെ വിശേഷങ്ങൾ, കാഴ്ചകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. പക്ഷെ നമുക്കൊന്ന് ഹെഡ്ലൈൻ പോയിട്ട് വരാൻ വേണ്ടി മാത്രമാണ്. മിഥുൻ, ഇതുവരെ കണ്ടതിൽ കടമക്കുടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്തായിരുന്നു? കടമക്കുടി അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് മോർണിംഗ് വൈബ്സ്
രാവിലെ മുതൽ നമ്മൾ ചേർന്നത് മോർണിംഗ് വൈബ്സിലെ കാഴ്ചകൾ, വിശേഷങ്ങൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കടമക്കുടിയിൽ നിന്ന് ഒരുപാട് വിശേഷങ്ങൾ ഇവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കാനുണ്ട്. പോരുതാരും ഞാൻ ഇപ്പൊ തന്നെ തിരികെ എത്തും. കടമക്കുടിയിലെ വാർത്തകളിലേക്ക്, വിശേഷങ്ങളിലേക്ക്, കാഴ്ചകളിലേക്കൊക്കെ തന്നെ നമുക്ക് മടങ്ങിയെത്തണം. അവിടെ നിന്ന് ന്യൂസ് ഡെസ്കിൽ നിന്ന് MG മിഥുനിലേക്ക് നമുക്ക് വരാം, സ്റ്റുഡിയോയിലേക്ക് മടങ്ങിയെത്താം. ഞാൻ ചേട്ടാ നിങ്ങളേക്ക് തിരിച്ചു തരാം. അവിടെ MG മിഥുൻ ചായ കുടിക്കാൻ പോയി എന്നാ പറഞ്ഞത്. വാർത്ത വായിക്കേണ്ട ആളായിരുന്നു, പക്ഷെ ചായ കുടിക്കാൻ പോയി. അതുകൊണ്ട് കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് എന്താ അവസ്ഥ? ഈ ഇപ്പോ പറഞ്ഞു, അരുൺ പറഞ്ഞു, ഇപ്പൊ മെമ്പറാണ് നമ്മുടെ ഇവിടുത്തെ. ഈ വാർഡ് മെമ്പറാണോ? എങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാന ഇത് ചെമ്മീൻ കൃഷി പറഞ്ഞു. ടൂറിസം ആണോ കൃഷിയാണോ പ്രധാന വരുമാന മാർഗം? കൃഷി തന്നെയാണ്. ടൂറിസം ഇപ്പോൾ പല ആൾക്കാരും ടൂറിസത്തിലൂടെ ചെറിയ ചെറിയ വരുമാനത്തിലൂടെ എത്തുന്നുണ്ട്. ഇപ്പൊ ജൂണേട്ടനെ പോലെ അല്ലെങ്കിൽ പല ചെറിയ ചെറിയ റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ആയിട്ട് ചില ആൾക്കാർ അത് ഒരുപാട് ചെറിയ ആൾക്കാർക്ക് മെച്ചപ്പെട്ട രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ബേസ് ചെയ്ത് നിൽക്കുന്നത് ഇവിടുത്തെ പ്രധാന കൃഷി മത്സ്യബന്ധനവും അല്ലെങ്കിൽ പൊക്കാളി കൃഷിയുമാണ് ഈ ടൂറിസത്തെ തന്നെ ഇവിടെ നിലനിർത്തുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ രാവിലെ തന്നെ പച്ചക്കറി കട അല്ലേ? പച്ചക്കറി എടുത്തിട്ട് തന്നെ വഴിയാണ്. പേരെന്തായിരുന്നു പറഞ്ഞത്? ബെഞ്ചമിൻ. ബെഞ്ചമിൻ. ബെഞ്ചമിൻ ചേട്ടൻ എത്ര ആളെ ഇവിടുത്തെ മെമ്പറാണ്? ഞാനിപ്പോ ഈ ടൈമില് 3 വർഷമായിട്ടുണ്ട്. ആണോ? ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. LDF ആണല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു ഞാൻ വന്നപ്പോ ഞാൻ ആദ്യമാണ് കടമക്കുടി വരുന്നത്. ഇവിടെ കടമക്കുടിയിൽ ഇത്രയും ഏരിയ ഉണ്ടായിട്ട് ഒരു ടൂറിസം സ്പോട്ടായിട്ട് പോലും അത്രമാത്രം ഒരു ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒന്നും ഇവിടെ ഇങ്ങോട്ട് ഒരു പ്രധാനമായിട്ടും ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്താണ് പോലും ഈ റോഡുകൾ പോലും വന്നത്, അല്ലെങ്കിൽ ഈ ബാക്കി വന്നത് ഈ അടുത്ത് തന്നെയാണ്. അത് PWയുടെ വെച്ചിട്ടാണ് ഈ ഇടക്കാണ് ഉദ്ഘാടനം തന്നെ കഴിഞ്ഞത്. പക്ഷെ ഒരു ടൂറിസത്തിനായിട്ട് പ്രധാനപ്പെട്ട ആൾക്കാർ വരുമ്പോൾ ഉള്ള പ്രധാന ഒരു ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയുന്നില്ല. നല്ല ഒരു ആൾക്കാർക്ക് തന്നെ നല്ലൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊരു ഡെവലപ്മെന്റ് ഇല്ലാത്തൊരു കണ്ടീഷൻ തന്നെയാണ് ശരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മഞ്ജുചേട്ടൻ രാവിലെ കടയുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നല്ല സന്തോഷം കണ്ടതില്. അപ്പോ എല്ലാവരും ആശംസയും. അടുത്ത ടേമിലും വീണ്ടും മത്സരിക്കില്ലേ? ഇല്ല, അടുത്ത തവണ മത്സരിക്കില്ല. അപ്പൊ ഹരോട്ടെ, ഈ ബാങ്കിൽ പ്രധാനമായിട്ടും ഈ ലോണിലേക്കൊക്കെ വരുന്നത് കൂടുതൽ ചെമ്മീൻ കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാണോ? അങ്ങനെ ചെമ്മീൻ കൃഷിയുണ്ട്, പൊക്കാളി കൃഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂട് കൃഷി, കൂട് മത്സ്യകൃഷിയുണ്ട്. ഇവിടെ കൂടുതൽ ജലാശയമുണ്ട് ദ്വീപുകളായതുകൊണ്ട്. അപ്പൊ കൂട് മത്സ്യകൃഷിക്കാർ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ചീനവല, ഏറ്റവും കൂടുതൽ ചീനവല ഉള്ളത് ഇവിടെയാണ്. അപ്പൊ ചീനവലക്കാർക്ക് ഗ്രൂപ്പുണ്ട്, അവർക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂട് മത്സ്യകൃഷിക്കാർക്ക് നമ്മൾ ലോൺ മാത്രമല്ല, അവർക്ക് തീറ്റ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫിഷ് മാർക്കറ്റ് ഉണ്ട്, ഇതുണ്ട്. അങ്ങനെ ഇവിടത്തെയായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ പൊക്കാളി കൃഷിക്കാണെങ്കിൽ നമ്മൾ കർഷകർക്ക് നമ്മൾ വിത്ത് കൊടുക്കും. പിന്നെ അത് പൊക്കാളി അതിനുശേഷം അതിന്റെ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കും. ഇപ്പൊ സാധാരണ നെല്ലിന് 25 രൂപ ഒക്കെ ഉള്ളൂ പുറത്ത്. ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പൊക്കാളി കൃഷി എന്ന് പറഞ്ഞപ്പോ എന്റെ നാട്ടിലൊന്നും, ഞാൻ ഈ മൂവാറ്റുകാരനാണ്, കോലഞ്ചേരിയാണ് സ്ഥലം. നമ്മുടെ അവിടത്തെയൊക്കെ പുഞ്ച അങ്ങനെയൊക്കെ പറയും. അപ്പോ അവിടുത്തെ ഈ നെല്ലും ഈ പൊക്കാളിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പൊക്കാളി എന്ന് പറഞ്ഞാൽ ബേസിക്കലി പൊക്കത്തിലാളുന്നത് എന്നാണല്ലോ പൊക്കാളി, അല്ലെ? ഈ പൊക്കത്തിലാളെന്ന് പറഞ്ഞാൽ വെള്ളം കയറിയാലും വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ അത് നിന്നോളും, ചീഞ്ഞു പോവില്ല, അങ്ങനെ കുറെ ഗുണങ്ങൾ. പക്ഷെ അതിന്റെ നെല്ല് ഭയങ്കര വ്യത്യാസമല്ലേ, ചോന്നിരിക്കുന്നത്? അത് കാര്യമായിട്ട് മാർക്കറ്റിൽ കണ്ടിട്ടില്ലല്ലോ. അതായത് പൊക്കാളി കുറച്ച് ഏരിയയിൽ മാത്രമേ പൊക്കാളി ഉള്ളൂ. അതായത് നമ്മുടെ ഉപ്പ് വെള്ളവും നല്ല വെള്ളവും മിക്സ് ചെയ്യുന്ന ആ ഏരിയയിലാണ് ഉള്ളത്. പ്രധാനമായിട്ടും എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂരിലെ കുറച്ച് കോൾപ്പാടങ്ങളിലില്ല. കോൾപ്പാടങ്ങളിൽ അപ്പൊ ഇത് ശരിക്കും ഉപ്പുവെള്ളത്തിലും ഇത് അതിജീവിക്കുന്ന ഒരു വിത്താണ്, ഉപ്പുവെള്ളത്തിലും. അപ്പൊ ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെഡിസിൻ വാല്യൂ ഉണ്ട്, നല്ല മെഡിസിൻ വാല്യൂ ഉണ്ട്. പിന്നെ ഇതിന്റെ ഈൽഡ് കുറവാണ്. മറ്റേനൊക്കെ ഒരു ഹെക്ടറിലൊക്കെ ഒരു 8 ടൺ കിട്ടുമ്പോ ഇത് ആകെ 1 ടൺ അല്ല 1.5 ടൺ കിട്ടുള്ളൂ. പിന്നെ ഇതിൽ മെക്കനൈസ് ഇല്ല, മെഷീൻ ഇറക്കാൻ പറ്റില്ല, എല്ലാം മാനുവല്ല ചെയ്യുന്നത്. അപ്പൊ കർഷകർ ഇത് നഷ്ടത്തിലായി. അപ്പൊ ഞങ്ങൾ ഇതിന്റെ പൊക്കാളിയുടെ ഈ ഔഷധ ഗുണവും മെഡിസിൻ വാല്യൂ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ പ്രൊമോട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുൾ ആണ്. അപ്പൊ നമ്മളിപ്പോ 55 രൂപക്കാണ് നെല്ലെടുത്ത് കഴിഞ്ഞ വർഷം ഇവിടുത്തെ കർഷകർക്ക്. സാധാരണ നെല്ലിന് 25 രൂപ കർഷകർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങള് എടുക്കുമ്പോൾ തന്നെ കൊടുക്കുന്നത്. അല്ല, നെല്ല് സംഭരണം ഒരു വലിയ വിവാദ സമയമാണല്ലോ. മേടിക്കുമ്പോ തന്നെ പൈസ കൊടുക്കണേ ആണല്ലേ? അപ്പൊ തന്നെ കൊടുക്കണേ, ബാങ്കിന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണേ. ഈ സർക്കാർ മാതൃകയാക്കാവുന്ന സംഭവമാണ്. അതെ. അപ്പൊ ഞങ്ങൾ പൊക്കാളി അരി വിൽക്കുന്നത് ഞങ്ങൾ 140 രൂപക്കാണ് ഇപ്പൊ.
140 രൂപ. ഹോൾസെയിലിനൊക്കെ 120 രൂപ, റീറ്റെയിലാണ് 140 രൂപ വെക്കുന്നത്. അത് നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. അപ്പൊ ഈ വർഷം ഇത് മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോ പ്രൊഡക്റ്റ് ഇല്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതേമാതിരി ഭയങ്കര പ്രൊഡക്ഷൻ ഉണ്ടായി, കർഷകർക്ക് വിൽക്കാൻ ആളില്ലാണ്ട് ബാങ്ക് അത് മുഴുവനും ഏറ്റെടുത്ത് ഇപ്പൊ നമ്മൾ എല്ലായിടത്തും ഒരു 100-150ഓളം സ്റ്റാളുകൾ ഇട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. ഓക്കെ, അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പൊ എന്തായാലും നമ്മളെ മറ്റൊരു കാഴ്ച എനിക്ക് കാണിക്കാതിരിക്കാൻ മാർഗമില്ല ചേട്ടാ, വേറൊന്നുമല്ല. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് വന്നിട്ട് നോക്ക്, ഇതെന്ത് തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഇടപെടുന്നുണ്ട്. നമ്മൾ ഈ ബാങ്ക് ഇതിനകത്ത് നമുക്ക് ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊക്കാളി ഫസ്റ്റ്, പിന്നെ നമ്മള് എന്താണ് കെട്ടുകലക്കൽ പ്രോഗ്രാം, ഇതൊക്കെ വന്നതോടുകൂടിയാണ് ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഇവിടെ വരാൻ തുടങ്ങിയത്. ശരിക്കും കടമക്കുടി എന്ന ഡെസ്റ്റിനേഷനെ ശരിക്കും പ്രൊമോട്ട് ചെയ്തത് ഞങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ മാത്രമല്ല, എനിക്കിവിടെ കുറച്ചുകൂടി പോലീസ് സംവിധാനങ്ങളിലൊക്കെ ഊർജ്ജസ്വലമായിട്ട് ഇടപെടേണ്ട സമയം കൂടിയല്ലേ? ഉണ്ടോ? വരാറുണ്ട്, പെട്രോളിംഗ് ഉണ്ട് അല്ലേ? രാത്രിയൊക്കെ പെട്രോളിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു ടൂറിസം പ്രൊജക്ട് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, ചെയർ എടുക്കുക, റെസ്റ്റോറന്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, ബോട്ടിങ്ങിനുള്ള സൗകര്യം ചെയ്യുക. അപ്പൊ ഇതേപോലെ ഇത് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അത് തീർച്ചയായിട്ടും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. സെക്കൻഡ് സാറ്റർഡേ ബാങ്ക് അവധി ആയിരിക്കും അല്ലേ? ഇല്ല, ബാങ്ക് അവധിയാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് ബാങ്കിന്റെ പ്രസിഡന്റ്, വർക്ക് ചെയ്യുന്നത് ഫാക്ടറിയിലാണ്. നമ്മുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. വിനോദ് ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഓക്കെ, സന്തോഷം രണ്ടുപേരും കണ്ടത് കേട്ടോ. ഞങ്ങൾ മോർണിംഗ് വൈബിൽ ചേർന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മളിങ്ങനെ ഈ കടമക്കുടിയുടെ കാഴ്ചകളൊക്കെ പറഞ്ഞ് തരികയായിരുന്നു നമുക്ക് ഇവിടുത്തെ കുരമ്പാടം ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ഹവൾ. അപ്പം വിനോദ് ഒരു ചെമ്മീൻ കൃഷിക്കാരൻ കൂടിയാണ്. ഇവിടെ രാവിലെ നടക്കാറിങ്ങിയതാണ് കേട്ടോ. എവിടെയാ വീട്? എവിടെയാ? എവിടെ? ചേന്നൂര്. സ്ഥിരമായിട്ട് വരാറുണ്ടോ? പേര്? ആന്റണി വിനീത്. സുഹൃത്തുക്കളാന്ന് തോന്നുന്നു. ആണോ? എന്ത് ചെയ്യുന്നു? ഞാൻ അഡ്വക്കേറ്റ് ആണ്. ദൈവമേ, അഭിഭാഷകനാണ്. അകന്നു നിന്നേക്കാണ്. എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? ജില്ലാ കോടതി. ബിസിനസ് ആണ്. എന്തിന്റെ? വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഓക്കെ. അപ്പൊ എങ്ങനെ ഈ കടമക്കുടിന്റെ ഒരു കാഴ്ചക്ക് എങ്ങനെ ആസ്വദിച്ച് വരികയായിരുന്നു? അപ്പോൾ എപ്പോഴും നല്ലൊരു കാറ്റും കിട്ടും, നമുക്ക് മനസ്സിനൊരു കുളിർമയാണ്. ഇവിടെ എങ്ങനെയാ ഒരു ഡെവലപ്മെന്റ് ഒക്കെ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കാര്യമായിട്ട് വികസനം നടക്കുന്നുണ്ടോ? നല്ല വികസനമുണ്ട്, കാര്യമായിട്ടുള്ള വികസനമുണ്ട്. നല്ല ഒരു ഭരണസമിതി തന്നെയാണ്. നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റും ഉണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കണമെന്നുണ്ട്. വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ വീക്കെൻഡ്സിലാണോ? അത്യാവശ്യം ഡെയിലി തന്നെ അത്യാവശ്യം നല്ല രാവിലെ ഒരു 5 മണി തുടങ്ങി തന്നെ ആളുകൾ വരുന്നു തുടങ്ങുന്നുണ്ട്. സൺറൈസ് കാണാൻ, സൺസെറ്റ് പുറത്തുനിന്ന് വരുന്നുണ്ട്. പിള്ളേര് സെറ്റാണെങ്കിൽ വരുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ട്. കടമക്കുടി എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പേരെടുത്ത് വരുന്നുണ്ട്. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ സജീവതയോടെ സോഷ്യൽ മീഡിയയിൽ നല്ല ഇതാണ്, ഭയങ്കര ഹിറ്റാണ് കടമക്കുടി. ഞാനിപ്പോ എന്റെ വീട് ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ 30 കിലോമീറ്റർ ദൂരത്തിലുള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഈ മോർണിംഗ് ഷോയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും. ഓക്കെ, അപ്പോ നിങ്ങൾ ആരും ഒരു പാട്ട് പാടും തോന്നുന്നല്ലോ കണ്ടിട്ട്? ഇല്ലല്ലേ? ഓക്കെ. അപ്പോ രാവിലെ പ്രഭാത നടത്തൊക്കെ നടത്തി ഗംഭീരമായിട്ട് കുറച്ച് ചെമ്മീൻ കെട്ടിപ്പിട്ട് കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിട്ട് പോകുന്നു. വരാപ്പുഴ മാർക്കറ്റിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും അല്ലെങ്കിൽ കെട്ടിലുണ്ടെങ്കിൽ കെട്ടിന്ന് മേടിച്ചിട്ടുണ്ടോ? ഫ്രഷ് ചെമ്മീൻ കിട്ടും. അതിന്റെ ഒരു സന്തോഷം ഞാൻ കണ്ടപ്പോ തന്നെ നമുക്കിങ്ങനെ മനസ്സ് നിറഞ്ഞു. അപ്പൊ ഓക്കേട്ടാ, താങ്ക് യു. കാണാം, സന്തോഷം. ശരി. അപ്പോ ഈ കടമക്കുടി അവിടുത്തെ പ്രഭാത നടത്തക്കാരിൽ 2 പേരാണ് നമ്മളിപ്പോ കണ്ടത്. അവർ ഇങ്ങനെ രാവിലെ തന്നെ പ്രഭാത നടത്താൻ ഇറങ്ങിയേക്കുന്നു. നമ്മുടെ അപ്പച്ചൻ നമ്മുടെ ലൈവ് കണ്ട് നിന്നതാന്ന് തോന്നുന്നല്ലേ? ഈ മൈക്കൊക്കെ നിൽക്കണ എന്താ ഇവിടെ പരിപാടി നോക്കി നിന്നാണോ? എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെ കടമക്കുടി വടക്കേരത്ത്. ആണോ? രാവിലെ ചെമ്മീൻ മാറിയതാണോ? ഇല്ല, ഞാൻ വെറുതെ ന്യൂസ് കണ്ടിട്ട് വന്നാണ്. TV കണ്ടിട്ട് ഇറങ്ങിയതാണോ? അമ്പടാ, അപ്പൊ TV കണ്ടിട്ട് നമ്മളെ തേടി എത്തിയതാണോ? പേര് അഗസ്റ്റിൻ. അഗസ്റ്റിന്റെ സ്ഥിരമായിട്ട് ന്യൂസ് ആയിട്ട് കാണാറുണ്ടോ? എന്നാ സ്ഥിരമായിട്ട് ഇനി കാണണം കേട്ടാ. ഞങ്ങൾ കടമക്കുടിയൊക്കെ വന്നതല്ലേ, ഉറപ്പല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഇവിടെ കടമക്കുടിയിലത്തെ ഒരു വിശേഷമൊക്കെ പറയും. ഈ കടമക്കുടി എന്നുള്ള പേരെങ്ങനെ വന്നാന്ന് അറിയോ? ഇത്ര നേരമായിട്ട് തലമുതിർന്ന ഒരാളെ എനിക്ക് കാണാൻ പറ്റിയില്ല. കടമക്കുടി അങ്ങനെ കേട്ടേക്കണത്, ഞങ്ങൾ കേട്ടേക്കണത് പണ്ട് കടമുക്കൂർക്കുടി എന്നാണ്. കടമുക്കൂര് കടലിലെ മുക്കുവന്മാര് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഇത് കടൽ തീരമായിരുന്നു. ഇത് കഴിഞ്ഞ് അപ്പൊ അങ്ങനെ കടമുക്കൂർക്കുടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കടമുക്കുവന്മാര് താമസിച്ചിരുന്ന കുടി. അങ്ങനെയാണ് കടമുക്കൂർക്കുടി എന്ന് വന്നത് എന്നുള്ളതാണ് എന്റെ അറിവ്. അങ്ങനെയാണ്. അന്നും ഈ ചെമ്മീൻ കെട്ട് തന്നെയായിരുന്നു പ്രധാനം. ഈ അപ്പച്ചനൊക്കെ ചെറുപ്പകാലത്തില്
ചെറുപ്പകാലത്ത് ചെമ്മീക്കെട്ടും കൃഷി, പൊക്കാളി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കാളി കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷിയായിരുന്നു. പക്ഷെ പൊക്കാളി കൃഷി ഇപ്പൊ അതിന്റെ സമയമല്ലല്ലോ. ഇല്ല, ഒരു ഏപ്രിൽ 15 വരെയും ചെമ്മിക്കെട്ട്, നവംബർ 15 മുതൽ ഏപ്രിൽ 15 വരെ ചെമ്മിക്കെട്ട്. ചെമ്മിക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് അപ്പൊ ഒരു മെയ് മാസം മുതൽ ചെമ്മീൻ പാടം ഉണക്കല്, വെള്ളം പറ്റിച്ച് പാടം ഉണക്കി ജൂൺ 5-ാം തീയതി ആയി കഴിയുമ്പോൾ കൃത്യം പണ്ട് ജൂൺ ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമായിരുന്നു. ആ സമയത്ത് വിതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നെല്ല് ഒരു 28 ദിവസം കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഒരു 1.5 അടി പൊക്കവും അത് പറിച്ച് നിരത്തി അതൊക്കെ എല്ലാവർക്കും പണി കിട്ടുമായിരുന്നു. ഇപ്പം മൊത്തത്തിലൊരു കൃഷി പേരിന് വേണ്ടിയുള്ള ഒരു കൃഷി ചെയ്യലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത മാത്രമേ ഉള്ളൂ. നിലം ഉണക്കി ശരിയാക്കി കിളച്ച് വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല വരുമാനം കിട്ടും. ചേട്ടാ, ഒരു കാര്യം ഒരു വലിയൊരു വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ ആ വാർത്തയിലേക്ക് ഒന്ന് പോകട്ടെ. വേറൊന്നുമില്ല, വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചാലികട പനച്ചിൽ അജി എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 7:30 സംഭവം. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ആക്രമിച്ചത് എന്നുള്ള വിവരമാണ് വരുന്നത്. അതിന്റെ വിശദാംശം നൽകുന്നത് ജിൻസ് തോട്ടുങ്ങരയാണ് വയനാട്ടിൽ നിന്ന്. ജിൻസ്, വീണ്ടും റേഡിയോ കോളർ ധരിച്ച ഒരു കാട്ടാനയുടെ വരവ് വീണ്ടും ഭീതിതമാകുകയാണുള്ള സാഹചര്യം എന്താണ് ലഭ്യമാകുന്ന വിവരം? എൽദോ, ഇന്ന് രാവിലെ 7:30യോടെയാണ് ഈ അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പയ്യമ്പള്ളി ചാലികത പനച്ചിൽ അജിയെയാണ് കൊലപ്പെടുത്തിയത്. ഇദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. ഈ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് ഈ കാട്ടാന അജിയെ മതിൽ പൊളിച്ചു വന്നതിന് ശേഷം ഈ അജിയെ ആക്രമിക്കുന്നത്. ഉടനെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ്. ഈ വനപാലകർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ആശുപത്രിയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലടക്കം ആളുകൾ തടിച്ചുകൂടിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കർണാടകയിലെ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു ഇത്തരത്തിൽ ഇവിടെ നിന്നും കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാന ഈ കേരളത്തിലെത്തിയിട്ടുണ്ട്, വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഈ ജനവാസ മേഖലയിൽ എത്തുകയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. മാനന്തവാടി റേഞ്ച് ഓഫീസർ അടക്കമുള്ള വനപാലകർ നിലവിൽ ഈ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഉടനെ തന്നെ ഇതിനെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. തണ്ണീർക്കൊമ്പൻ വന്നതിന് തൊട്ടു പിന്നാലെ മറ്റൊരു കാട്ടാന കൂടി വയനാട്ടിലെ ജനവാസ മേഖലയിലെത്തുന്നു. അവിടെ ഇപ്പോൾ ഒരു കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അജി എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം. ജിൻസാണ് വിവരം നൽകിയത്. ഒരുപക്ഷെ വയനാട്ടിലെ ജനങ്ങൾക്ക് അല്പം ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണെങ്കിലും ഉടൻ തന്നെ ആ കാട്ടാനയെ തുരത്താൻ അല്ലെങ്കിൽ ആ കാട്ടാനയെ ഇവിടെ നിന്ന് മാറ്റി തിരികെ അയക്കാനുള്ള ഒരു ഓപ്പറേഷൻ ഉദ്യമത്തിലേക്ക് വനം വകുപ്പ് ഉടൻ തന്നെ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും താങ്ക് യു ജിൻസ് ഫോർ ജോയിനിങ് മോർണിംഗ് വൈബ്സ്. എന്നാലും മോർണിംഗ് വൈബ്സിന്റെ അവസാനത്തിൽ ഇത്തരം ഒരു ഞെട്ടിക്കുന്ന വാർത്ത വന്നതിൽ ദുഃഖമുണ്ട്. എന്നാലും വൈബ്സ് അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ ചേട്ടാ, എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നത്. ഞങ്ങൾ ടിവിയിൽ കണ്ട് ഞങ്ങളെ കാണാൻ എത്തിയതിൽ വലിയ സന്തോഷം. ചേട്ടൻ എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാനിപ്പോ ഞങ്ങൾക്ക് ചെമ്മിക്കെട്ടായിരുന്നു. ചെമ്മിക്കെട്ട് കുറെ കൊല്ലം നടത്തി ഒത്തിരി ഒത്തിരി നഷ്ടമായിട്ട് അവസാനിപ്പിച്ച് ഇപ്പൊ വൈഫിന് ആദ്യ അക്കൗണ്ടിന്റെ ഏജന്റ് ഉണ്ട് പോസ്റ്റ് ഓഫീസില, അതുകൊണ്ട് നടക്കണം. ഇവിടെ പൊക്കാളി കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വൻകിട വ്യവസായമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊള്ളാവുന്നൊരാഗ്രഹം ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഉള്ള ചെറിയ ആളുകളെ കൊണ്ട് ഇതിന്റെ മുതല് ചെലവ് താങ്ങാൻ പറ്റില്ല. വലിയ ഇപ്പൊ 10-500 ഏക്കറിൽ കൂടുതലുണ്ട്. ഇതൊരു വലിയ വ്യവസായ സംരംഭമായിട്ട് മാറ്റണം എന്നുള്ള ആഗ്രഹമാണ് നാട്ടുകാർക്ക്. നല്ല ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഏതെങ്കിലും വല്ല വലിയ ഗ്രൂപ്പിനെ കൊണ്ട് ഇത് സ്വയമായിട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ 150 രൂപ പൊക്കാളി അരിക്ക് വിലയുണ്ട് കിട്ടും. ഈ 150 അരി അങ്ങനെ പോയാലും 100 രൂപ കൂടുതൽ ചെലവ് വരില്ല ഇപ്പോഴത്തെ കണക്കിന് വരുവാണെങ്കിൽ. ഞാനേ എല്ലാം ശരിയാവും. ഞാനേ വേറൊന്നുണ്ടല്ലോ, സമയക്കുറവുണ്ടോ അല്ലെങ്കിൽ എന്നെ അവരെ ഓടിക്കും. PCR തന്നെ ചെവിക്ക് പിടിച്ചു തുടങ്ങി ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ ചേട്ടൻ പോവാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്നാലും ഇപ്പൊ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർത്തിയാക്കുകയാണ്.
കടമക്കുടി അത് മനോഹരമാണ്, സുന്ദരമാണ്. ഉറപ്പായിട്ടും വരണം. അത് രാവിലെ ആയിക്കോട്ടെ, വൈകിട്ടാവട്ടെ, ഉച്ചയ്ക്ക് വരണ്ട. ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും. അപ്പൊ അത് വേണ്ട. എന്നാലും രാവിലെയോ ഏർലി മോർണിംഗോ വൈകിട്ട് സൺസെറ്റോ കാണാൻ വരിക. കടമക്കുടി ഉറപ്പായിട്ട് നിങ്ങളെ ആകർഷിക്കും, നിങ്ങളുടെ ഹൃദയം കവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ സൈനിങ് ഓഫ് ഫ്രം കടമക്കുടി, ടാറ്റ ഫ്രം മോർണിംഗ് വൈബ്സ്. ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ